നമ്മൾ ചിന്തിക്കുന്ന വിഷയം, ഒരു വ്യക്തി ആത്മീയനാകുകയും അതേ വ്യക്തിക്ക് തന്നെ ജഡികനാകാനും സാധിക്കും. രണ്ട് തലത്തിൽ അവന് ജീവിക്കാം. ഒന്നെങ്കിൽ അവന് ആത്മാവിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാം, അതല്ലെങ്കിൽ അവന് ജഡത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കാം. ഇതെങ്ങനെ തിരിച്ചറിയാം? ഞാൻ ആത്മാവിലാണോ നടക്കുന്നത് അതെയോ ജഡത്തിലാണോ ഞാൻ നടക്കുന്നത്? ഇതെങ്ങനെ തിരിച്ചറിയാം? ദൈവവചനത്തിലെ അനേക വഴികൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആത്മാവിലാണോ ഞാൻ ജഡത്തിലാണോ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് തിരിച്ചറിയാനുള്ളൊരു പ്രധാനപ്പെട്ട കുറേ വാക്യങ്ങളുണ്ട്. പക്ഷേ ഞാൻ ആ വഴിയിലൂടെ പോകാതെ മറ്റൊരു വഴിയിലൂടെ പോകാമെന്ന് ഞാനിത് വിചാരിക്കുന്നത്. ഒന്ന്, ജഡത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രധാനപ്പെട്ട വിഷയം ഭയം എന്നൊരു കാര്യം അവൻ്റെ കൂടപ്പുറപ്പായിരിക്കും. എന്നാൽ ആത്മാവിലാണ് അവൻ ജീവിക്കുന്നതെങ്കിൽ അവൻ്റെ ഭയം ഒരൊറ്റ കാര്യത്തിലേ ഉള്ളൂ, ഞാൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയക്കണം. അല്ലേ? കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്, അവൻ ആ വാള് ധരിച്ചിരിക്കുന്നത് വെറുതെ അല്ല, നീ പാപം ചെയ്താൽ നിന്നെ ശിക്ഷിക്കാൻ തന്നെയാണ് അവൻ വാള് ധരിച്ചിരിക്കുന്നത്. ഒരു പോലീസുകാരനെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ആരെങ്കിലും എണീറ്റ് ഓടുമോ? ഇപ്പം ഇരിക്കുന്ന ആരെങ്കിലും എഴുന്നേറ്റ് ഓടുമോ? ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഈ ഹാളിൻ്റെ അകത്തോട്ട് കടന്നു വരിക, ആരെങ്കിലും എഴുന്നേറ്റ് ഓടുമോ? എന്തുകൊണ്ട് ഓടുന്നില്ല? അദ്ദേഹത്തെ ഭയപ്പെടേണ്ട ഒരു കൊലപാതകമോ ഒരു കളവോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇത്യാദിയുള്ള പ്രവൃത്തി ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. അല്ലേ? അത് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മളങ്ങനെ ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല. നമ്മളിവിടെ സ്ട്രോങ് ആയിട്ടിരിക്കും. നിങ്ങൾ എന്തിനാ വന്നത്? എന്താണ്, ധ്യാനം കൂടാനാണോ? വന്നിരിക്കൂ എന്ന് പറയാം. നമുക്ക് ഒരു കുഴപ്പമില്ല, സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഒരു കള്ളൻ ഇരിക്കുന്നുണ്ടെങ്കിൽ അവസ്ഥ എന്തായിരിക്കും? അവൻ എപ്പോൾ കസേരയുടെ അടിയിലേക്ക് മുങ്ങി ഇവിടെ നിന്ന് എങ്ങനെ ഓടി രക്ഷപ്പെട്ടെന്ന് ചോദിച്ചാൽ മതി. അല്ലേ? കാരണം അവന് വേറെ വഴിയില്ല. അവനെ പിടിക്കാനായിരിക്കും വന്നേക്കണേന്ന്. ചിലപ്പോൾ അദ്ദേഹം അതിനു വേണ്ടി ആയിരിക്കില്ല വന്നത്, എന്നാലും ഉള്ളിലൊരു ഭയം തനിയേ വരും. സ്വാഭാവികമായിട്ടും ഉള്ളിൽ കടന്നു വരും. എൻ്റെ ജീവിതത്തിലും അങ്ങനെ കുറേ കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാൻ കളവൊന്നും ചെയ്തിട്ടല്ല, പക്ഷേ ചില അബദ്ധങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ട് പേടിച്ചിരുന്ന കുറേ കാലങ്ങളൊക്കെ ഉണ്ട്. സ്വാഭാവികമായിട്ട് ഞാനതൊന്നും പരസ്യമായി നിങ്ങളുടെ മുമ്പിൽ പറയുന്നില്ല. കാരണം ഒന്നും പറയാൻ കൊള്ളുന്ന കഥയൊന്നുമല്ല, അത്ര നല്ല കഥകളൊന്നുമല്ല. എന്തുവാവട്ടെ, അതൊക്കെ നമുക്ക് വിടാം. പ്രിയമുള്ളവരെ, ഭയം എന്ന് പറയുന്ന ഒരു മേഖല നമുക്കുണ്ടോ എന്ന് നമ്മളൊന്ന് തിരിച്ചറിയണം. നമുക്കൊരു വാക്യം വായിക്കാം. സങ്കീർത്തന പുസ്തകം 127 അധ്യായം, സങ്കീർത്തനം 27 അധ്യായം 1 വാക്യം. സങ്കീർത്തന പുസ്തകം 27 അധ്യായം 1 വാക്യം. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവ് എൻ്റെ ജീവിതത്തിന് കോട്ടയാണ്, ഞാൻ ആരെ പേടിക്കണം? ദൈവത്തിന്റെ വചനം പറയണേ, കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവ് എൻ്റെ ജീവിതത്തിന്റെ കോട്ടയാണ്, ഞാൻ ആരെ പേടിക്കണം? എനിക്കൊരു പേടിയില്ല, എനിക്ക് ഒരു ഭയവുമില്ല എന്ന് ആരാണ് പറയുന്നത്? ദാവീദാണ് ഇവിടെ വിളിച്ചു പറയുന്നത്. ദൈവത്തിന്റെ സന്നിധിയിൽ ദാവീദ് വിളിച്ചു പറയാണ്, കർത്താവ് എൻ്റെ ജീവിതത്തിന്റെ കോട്ടയാണ്, അവൻ എൻ്റെ പ്രകാശമാണ്, അവൻ എൻ്റെ രക്ഷയാണ്, അതുകൊണ്ട് ഞാൻ ആരെയും ഭയപ്പെടത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഭയം എന്ന് പറയുന്നത് പല മേഖലയുണ്ട്, പല തലത്തിലുണ്ട്. ഇപ്പോ കള്ളൻ പോലീസിനെ ഭയപ്പെടുന്ന മറ്റൊരു മേഖലയാണ്. ഇനി വേറൊരു തലത്തിലുള്ളൊരു ഭയമുണ്ട്. സ്വാഭാവികമായി നമ്മളിലൊക്കെ ഉള്ളൊരു ഭയമുണ്ട്, മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കും. എനിക്കൊരു ഫോൺ കോൾ വരികയാണ്. ഈ ഫോൺ കോൾ വരുന്നത് കേരളത്തിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ ആണെങ്കിൽ ഞാൻ എൻ്റെ കാറിലിരുന്ന് സംസാരിക്കും. ഇനി തമിഴ്നാട് വിട്ട് അപ്പുറത്ത് മറ്റൊരു സംസ്ഥാനത്തേക്ക് ഈ കോൾ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും അപ്പുറത്തുനിന്ന് സംസാരിക്കുന്നവൻ എൻ്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട എൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും അവൻ സംസാരിക്കുന്ന ഭാഷ ഒരു പക്ഷേ ഇംഗ്ലീഷ് ആയിരിക്കും. ഇംഗ്ലീഷാണ് സംസാരിക്കുന്നതെങ്കിൽ ഞാൻ പതിയെ, ഇപ്പം ഞാൻ ഫാമിലിയായിട്ട് യാത്ര ചെയ്യാണ്, എങ്ങനെയെങ്കിലും ദൂരെ യാത്ര ചെയ്യാണ്, എനിക്ക് പെട്ടെന്ന് അവിടെ ചെല്ലേണ്ട ആവശ്യമുണ്ട്, ഇതെല്ലാം ഉണ്ട്. കമ്പനി കോളാണെങ്കിൽ ഞാൻ പതിയെ വാഹനം നിർത്തും, ഹലോ പറയും, ഓക്കെ. ഞാൻ ആദ്യമൊക്കെ വളരെ കൂളായിട്ട് സംസാരിച്ചു തുടങ്ങും. പതിയെ ഹാൻഡ് ബ്രേക്ക് വലിച്ച് കാർ ഒതുക്കിയിട്ട് ഞാൻ പുറത്തു പോയിന്ന് സംസാരിക്കും. അപ്പം എൻ്റെ വൈഫിനറിയാം വിളിച്ചിരിക്കുന്ന വ്യക്തി ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങോട്ട് ഇറങ്ങിപ്പോയിരിക്കുന്നത്. തമിഴാണെങ്കിൽ കുഴപ്പമില്ല, ഞാൻ കാറിൽ നിന്ന് സംസാരിക്കും. തമിഴ് വലിയ കുഴപ്പമില്ലാണ്ട് സംസാരിക്കാൻ പറ്റും എനിക്ക്. മലയാളം സംസാരിക്കും. പക്ഷേ ഇംഗ്ലീഷ് ആണെങ്കിൽ പറയാൻ പറ്റും, സംസാരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു പറയും. പക്ഷേ ഞാൻ പതിയെ കാറിൽ നിന്ന് ഇറങ്ങിപ്പോകും. കാരണം എനിക്ക് ഭയമാണ്. ആരെ ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാളെ എനിക്ക് ഭയമാണ്. മകൻ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നത്, അവൻ എന്തെങ്കിലും തിരിച്ചു പറയും. ഭാര്യയ്ക്ക് കുറച്ചറിയാം, അവൾ എന്തെങ്കിലും തിരിച്ചു പറയും. പക്ഷെ ഞാൻ ഒറ്റയ്ക്കായിരിക്കും, എനിക്ക് കുഴപ്പമില്ല. അപ്പുറത്ത് ഫോണിലിരിക്കുന്നവരെ ഞാൻ മുഖത്തോട് മുഖം നോക്കി കാണുന്നില്ല, എനിക്ക് പേടിയാ. നമുക്കെല്ലാവർക്കും പേടിയുണ്ട്. ഈ ഭയം നമ്മുടെ ഉള്ളിൽ എല്ലാവരുടെയും ഉള്ളിലുണ്ട്, ഇല്ലേ? ഇതേ സെയിം അവസ്ഥ നമ്മുടെ പലരുടെ ഉള്ളിലുണ്ട്. പക്ഷേ അതിനെ കീറി മുറിച്ച് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. ഇങ്ങനെയുള്ള പല ഭയവും നമ്മുടെ ഉള്ളിലുണ്ട്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും, മറ്റുള്ളവർ
എന്ത് ചിന്തിക്കും എന്നുള്ളതിനെ കുറിച്ചൊരു ഭയം നമ്മുടെ എല്ലാം ഉള്ളിലുണ്ട്. ഇത് നമ്മളെ എവിടേക്കാണ് കൊണ്ട് വീഴ്ത്തുന്നതെന്ന് അറിയാമോ? ഈ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ള ഒരു ചിന്ത നമ്മളെ കൊണ്ടുപോയി എത്തിക്കുന്നത് വലിയ പാപത്തിലേക്കാണ്. ഇതെന്താണ്, എങ്ങനെയാണ് നമ്മളെ പാപത്തിലേക്ക് നയിക്കുന്നത്? ഞാനതാ പറഞ്ഞ്, മറ്റൊരാൾ സഞ്ചരിക്കാത്തൊരു വഴിയിലൂടെ സഞ്ചരിക്കണം എന്നാണ് ദൈവാത്മാവെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തുവാകട്ടെ, നമുക്ക് അതിലൂടെ ഒന്ന് പോയി നോക്കാം. എങ്ങനെയാണ് അത് പാപമാകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് പാപത്തിലേക്ക് നയിക്കുന്നത്? നമ്മൾ എന്തുകൊണ്ടാണ് ഒരാളോട് ദേഷ്യം തോന്നുക, വൈരാഗ്യം തോന്നുക, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ കോപിക്കുക? ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ഈ പറയുന്ന എല്ലാ പ്രോബ്ലംസും വരുന്നത് ഒരു ഭയത്തിൽ നിന്നാണ്. അതിൻ്റെ ഇൻറ്റേർണൽ പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു ഭയമാണ്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ എൻ്റെ വീട്ടിലൊരാൾ എന്നെ കുറ്റം പറഞ്ഞു, എന്നെക്കുറിച്ച് മോശമായൊരു വാക്ക് പറഞ്ഞു, ഇല്ലാത്തൊരു കാര്യം എന്നെക്കുറിച്ച് പറഞ്ഞു വരുത്തി. ഇല്ലാത്തൊരു കാര്യം, ഞാൻ വളരെ മോശക്കാരനാണ്, ഞാൻ വേറെ പെണ്ണുങ്ങളുടെ കൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് എന്നെക്കുറിച്ച് എൻ്റെ അയൽവക്കത്തുള്ള ഒരാൾ എന്നെക്കുറിച്ച് പറഞ്ഞു. സ്വാഭാവികമായും ഞാൻ എന്ത് ചെയ്യും? അവനെ കൊത്തിന് പിടിച്ച് മതലിന് മുകളിൽ കയറ്റി നിർത്തി പറ്റിയ രണ്ടെണ്ണം കൈകാര്യം ചെയ്ത് അടുത്ത കാര്യം ചെയ്യാൻ തുടങ്ങും, അല്ലേ? എന്താണ് പ്രശ്നം? എൻ്റെ ഉള്ളിലൊരു ഭയമാണ്. എന്നെക്കുറിച്ച് ആരെങ്കിലുമൊക്കെ തെറ്റിദ്ധരിക്കുമോ എന്നുള്ളൊരു ഭയം നമ്മുടെ ഉള്ളിലുണ്ട്. അതിന് രണ്ടാമത്തെ വാക്യം വായിച്ചോ മോനെ, സങ്കീർത്തനം 27 രണ്ടാം വാക്യം വായിച്ചോ. കർത്താവ് എൻ്റെ ജീവിതത്തിന് കോട്ടയാണ്, ഞാൻ ആരെ പേടിക്കണം. അടുത്ത വാക്യം വായിച്ചോ. എതിരാളികളും ശത്രുക്കളുമായ ദുർവൃത്തർ ഓരോരോ ആരോപണങ്ങളുമായി എന്നെ ആക്രമിക്കുമ്പോൾ അവർ തന്നെ കാലിടറി വീഴും. ശ്രദ്ധിക്കണേ, ദാവീദ് ആദ്യം പറയാണ്, എൻ്റെ പ്രകാശം, എൻ്റെ കോട്ട, എൻ്റെ രക്ഷ, ഇതെല്ലാം എൻ്റെ കർത്താവാണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സിറ്റുവേഷനിലേക്ക് ദാവീദ് കൊണ്ടുവരികയാണ്. എന്നെക്കുറിച്ച് ശത്രു ദുരാരോപണം ചെയ്തു കഴിഞ്ഞാൽ, ചെയ്യാത്തൊരു കാര്യം എന്നെക്കുറിച്ച് ശത്രു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞേ ദാവീദ്. വായിച്ചോ, വാക്യം വായിച്ചോ. ദുരാരോപണങ്ങളുമായി എന്നെ ആക്രമിക്കുമ്പോൾ അവർ തന്നെ കാലിടറി വീഴും. അവർ തന്നെ കാലിടറി വീഴും. എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ദാവീദിനൊരു കോൺഫിഡൻസ് ഉണ്ട്, എൻ്റെ ആശ്രയം പ്രകാശമായ ദൈവത്തിലാണ്, ഞാൻ ആരെയും ഭയപ്പെടുന്നില്ല, ഞാൻ ഒന്നിനെയും പേടിക്കുന്നില്ല, ഞാൻ ഒന്നിനെയും ഭയപ്പെടാനുള്ളതല്ല. കാരണം എൻ്റെ പ്രകാശം കർത്താവാണ്. എൻ്റെ പ്രകാശം കർത്താവാണെങ്കിൽ ഞാൻ വ്യാപരിക്കുന്നത് ജഡത്തിലല്ല, ആത്മാവിലാണ്. ഞാൻ ആത്മാവിൽ വ്യാപരിക്കുന്നെങ്കിലേ ഈ ഒരു മേഖല നമുക്ക് ശക്തമായി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടില്ല? ഒന്നും കൂടി അത് എക്സ്പ്ലെയിൻ ചെയ്താൽ ക്ലിയർ ആണ്. ദാവീദിന്റെ ജീവിതം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. ദാവീദിന്റെ ജീവിതത്തിൽ ദാവീദ് രാജാവാണ്, വളരെ ശ്രേഷ്ഠമായ ഒരു തലത്തിലാണ് നിൽക്കുന്നത്. ഒന്ന് വിരൽ ഞൊടിച്ചാൽ രാജ്യത്തുള്ള അവന്റെ പടയാളികൾ മുഴുവൻ ദാവീദിന് വേണ്ടി ഇറങ്ങിത്തിരിക്കും. ശക്തമായി എന്തും ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? ദാവീദിന് ഉണ്ട്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ ദാവീദിനെതിരെ ഷിമേയി എന്ന് പറയുന്ന ഒരു വ്യക്തി, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, പലരും വചനത്തിൽ വായിച്ചിട്ടുണ്ടാവും. ഷിമേയി എന്ന് പറയുന്ന ഒരു സാധാരണ വ്യക്തി ദാവീദിനെ ശപിക്കുക. ദാവീദെ, നീ നശിക്കട്ടെ, ദാവീദെ, നിന്റെ സകലതും തീർന്നു പോകട്ടെ, നിന്റെ കുടുംബം ഇല്ലാതാകട്ടെ എന്ന് പറഞ്ഞ് ദാവീദിനെ ശപിക്കുകയാണ്. അപ്പൊ ദാവീദിന്റെ ശിഷ്യൻ ചോദിക്കും, ദാവീദ് എന്താ വേണ്ടേ? അടിക്കട്ടെ, പൊട്ടിക്കട്ടെ എന്ന് ചോദിക്കും. അപ്പൊ ദാവീദ് പറയും, കർത്താവ് അവനെ നിർത്തിയതാണെങ്കിൽ ഞാൻ എന്തിന് അവനെ ദ്രോഹിക്കണം? ഞാൻ എന്തിന് അവനെ ഉപദ്രവിക്കണം? അവൻ പറയാനുള്ളത് പറഞ്ഞോളട്ടെ, ഞാൻ അവനെ തൊടാൻ പറയുന്നില്ല, അവൻ എന്താന്ന് വെച്ചാൽ പറഞ്ഞോളട്ടെ. കാരണം ദാവീദിന് ഈ ആത്മാവിൽ ഒരു ചിന്തയുണ്ട്, എനിക്കെതിരെ ശത്രു ദുരാരോപണമായി കടന്നു വന്നാലും ഞാൻ ഭയപ്പെടത്തില്ല. കാരണം ഞാൻ പ്രകാശത്തിലാണ്, കർത്താവായ ദൈവമാണ് എൻ്റെ പ്രകാശം, അവനാണ് എൻ്റെ രക്ഷ. മറ്റുള്ളവരുടെ വാക്കിലല്ല ഞാൻ ആശ്രയിക്കുന്നത്, അവൻ്റെ വാക്കിലല്ല ഞാൻ ഭയപ്പെടുന്നത്, ഞാൻ അതിനെ ഭയപ്പെടുന്നേയില്ല. ഒരാൾ പറയണ, അയ്യോ ആ തള്ള ഭയങ്കര മോശം കേട്ടോ, ആ തള്ള ഭയങ്കര മോശക്കാരിയാ, ഭയങ്കര വൃത്തികെട്ടവളാ എന്ന് നമ്മളെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ അമ്മേനെ കുറിച്ച്, നമ്മുടെ ആരെങ്കിലും കുറിച്ച് പറയുകയാണെങ്കിൽ സ്വാഭാവികമായി അമ്മച്ചി തിരിച്ചു പറയും, അല്ലേ? നിന്നെ എപ്പോഴാടി ഞാനൊക്കെ നമ്മുടെ നാടൻ ഭാഷയിൽ തിരിച്ച് എന്തായിരിക്കും പറയണമെന്ന് പറയാൻ പറ്റത്തില്ല, അല്ലേ? ഇതെന്താ പ്രശ്നം എന്നറിയാമോ? ഒരാൾ പറഞ്ഞു, ഒരു മദ്യപാനി പറഞ്ഞു, അവൻ പറഞ്ഞോട്ടെ. പക്ഷെ അവൻ പറഞ്ഞു കഴിയുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള പ്രശ്നം ഇതാ, എന്ത്? എന്നെ കുറിച്ച് ഇനി നാട്ടുകാർ മുഴുവൻ മോശമായിട്ട് പറയും. നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മുടെ ശത്രു നമ്മളെ വിഷമിപ്പിച്ചവരാണ് നമ്മുടെ ശത്രു. വാക്കുകൊണ്ട് വിഷമിപ്പിച്ചവരെല്ലാം നമ്മുടെ ശത്രുവാ, അല്ലേ? വാക്കുകൊണ്ട് നമ്മളെ വിഷമിപ്പിച്ചവർ മുഴുവൻ നമ്മുടെ ശത്രുവാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ഒരു ചിന്ത ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാ, ഒരിക്കൽ നമ്മുടെ ശത്രുവായിരുന്നവരോട് നമ്മളൊന്ന് സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ സ്നേഹിതൻ അവനായിരിക്കും.
ഏറ്റവും വലിയ സ്നേഹിതൻ അവനായിരിക്കും. നമ്മളെക്കുറിച്ച് ഭയങ്കര മോശമായിട്ട് പറഞ്ഞ് വളരെ മോശമായിട്ട് സംസാരിച്ച വ്യക്തിയായിരിക്കാം പക്ഷേ അവനെ നമ്മളൊന്ന് സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ശത്രുത അവസാനിക്കും. അന്ന് അവൻ പറഞ്ഞത് മുഴുവൻ നമുക്ക് കളിതമാശയായിട്ട് മാറും. നമ്മൾ എന്നിട്ട് സംസാരിക്കും, ചിരിച്ച് പറയുമോ, എന്നാലും നീ അന്ന് എന്നെക്കുറിച്ച് പറഞ്ഞത് ഞാൻ മറന്നിട്ടില്ല കേട്ടോ, ഇത് ചുമ്മാ തമാശയ്ക്ക് പറയും അല്ലേ, എന്നാലും അന്ന് അങ്ങനെ പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ, പക്ഷെ എന്നാൽ പോലും ഉള്ളിലത് ഉണ്ടാകത്തില്ല. ചിരിച്ച് കളിച്ചത് തീരും. കാരണം എന്താ? ആ വാക്ക് നമ്മളെ പിന്നെ ഭയപ്പെടുത്തുന്നില്ല, നമ്മളെ അടിമപ്പെടുത്തുന്നില്ല. പക്ഷെ നേരെ തിരിച്ച് ദൈവത്തിൻ്റെ പ്രകാശത്തിലല്ല നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മൾ ജഡത്തിലാണ് ജീവിക്കുന്നത്. ഈ ജഡത്തിൽ ജീവിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കൺട്രോൾ പിശാചൻ്റെ കയ്യിലാണ്. അവൻ ജഡത്തിൻ്റെ വ്യാപാരം അനുസരിച്ചായിരിക്കും മുഴുവൻ ജീവിക്കുന്നത്. ആ ജഡത്തിൻ്റെ വ്യാപാരം എല്ലാ തലത്തിലും നിങ്ങൾ നോക്കിക്കോ, ഈ പറയുന്ന എല്ലാ പാപവും അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. നമുക്കൊരു വാക്യം വായിക്കാം. ഗലാത്യ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ഗലാത്യ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 17-ാം വാക്യം ഒന്ന് വായിക്കാം. എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ്, ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിനുമെതിരാണ്. അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. ജഡത്തിൻ്റെ മോഹങ്ങളും ആത്മാവിൻ്റെ അഭിലാഷങ്ങളും രണ്ട് രീതിയിൽ ഇത് പോകത്തുള്ളൂ. അതിനുശേഷം ഈ ജഡത്തിൻ്റെ മോഹങ്ങളെക്കുറിച്ച്, വ്യാപാരങ്ങളെക്കുറിച്ച് 19-ാം വാക്യം പറയുന്നുണ്ട്. അതൊന്ന് വായിച്ചോ മോനെ. ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം ഇവയും ഈ ദൃശ്യമായ മറ്റു പ്രവൃത്തികളുമാണ്. അവിടെ 1-2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഒന്ന്, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത. ഈ പറയുന്ന മേഖല നമ്മളെല്ലാവരെയും അടിമപ്പെടുത്തുന്ന ഒരു മേഖലയാണ്. വിഗ്രഹാരാധന നമ്മൾ ഇന്നില്ല അല്ലെ, നമുക്ക് അഭിമാനത്തോട് പറയാം, വിഗ്രഹാരാധന ഇന്ന് നമ്മൾ ചെയ്യുന്നില്ല, വിഗ്രഹത്തിനെ നമ്മൾ ആശ്രയിക്കുന്നില്ല. ഇനി ആ ഒരു ഉദാഹരണം തന്നെ നമ്മുടെ ജീവിതത്തിൽ എടുത്തോ. നമ്മുടെ ഒരു ഉയർന്ന ഒരു മേലാധികാരി, മതമേലാധികാരി നമ്മുടെ അടുത്ത് വന്നിട്ട്, ഇതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, ഒരു വിഗ്രഹം നിന്റെ വീട്ടിൽ വച്ചേ പറ്റൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് തിരിച്ചു പറയും? നമ്മൾ എന്താ പറയുക? ഞങ്ങളുടെ ഒരു യുവാവിൻ്റെ മുമ്പിൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു പയ്യൻ്റെ വീട്ടിൽ ഇതുപോലെ തന്നെ ഒരു അച്ഛൻ വന്നിട്ട് വെഞ്ചിരിക്കാൻ വന്നതാ. പള്ളിയിൽ നിന്ന് വെഞ്ചിരിക്കാൻ വരുമല്ലോ. അപ്പൊ വെഞ്ചിരിക്കാൻ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, തിരുഹൃദയത്തിന്റെ രൂപം വീട്ടിൽ വച്ചേ പറ്റൂ, അത് വയ്ക്കാതെ ഞാൻ ഇനി വീട്ടിലോട്ട് കടന്നു വരത്തില്ല, ഇത് ശരിയല്ല. ഒരു കത്തോലിക്കിനെ സംബന്ധിച്ച് ഒരു തിരുഹൃദയത്തിന്റെ രൂപം വെച്ചേ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പൊ ആ മകൻ തിരിച്ചു പറഞ്ഞൊരു കാര്യം വളരെ സ്നേഹത്തോടുകൂടി പറഞ്ഞത്, അച്ഛാ ഞാൻ നല്ല കഞ്ചാവ് അല്ലെങ്കിൽ ഞാൻ നല്ല മദ്യപാനി, ഇങ്ങനെ ഞാൻ അത്യാവശ്യം എല്ലാ പാപത്തിലേക്കും പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പം എൻ്റെ വീട്ടിൽ ഈ പറയുന്ന തിരുഹൃദയം ഉണ്ടായിരുന്നു, മാതാവ് ഉണ്ടായിരുന്നു, കുറേ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് ഫോട്ടോ ഉണ്ടായിരുന്നു. പക്ഷേ എന്നെ ഇതിൽ നിന്നൊന്നും ഈ വിഗ്രഹങ്ങൾ പിന്തിരിപ്പിച്ചില്ല. പക്ഷെ ദൈവത്തിൻ്റെ വചനം എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നപ്പോൾ, വിശുദ്ധ വേദപുസ്തകം ഞാൻ വായിക്കാൻ തുടങ്ങിയപ്പോൾ, മദ്യപാനം, മധുരോത്സവം എന്ന് വേണ്ട ഈ സകല പ്രവർത്തികളും എന്നിൽ നിന്നും മാറിപ്പോയി. അതുകൊണ്ട് എന്നെ രക്ഷിക്കാൻ കഴിയാത്ത ഈ വിഗ്രഹമോ ഈ ഫോട്ടോയോ ഇതൊന്നും ഇനി എൻ്റെ വീട്ടിൽ വെക്കാൻ ഞാൻ തീരുമാനമെടുത്തിട്ടില്ല. അച്ഛൻ വന്നാലും ഇല്ലെങ്കിലും ഒരു ചെറുപ്പക്കാരനാണേ, വിവാഹം കഴിഞ്ഞിട്ടില്ല, അവൻ ഒരുപാട് കാര്യങ്ങൾ, ചർച്ചുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ ഇനി വരാനുണ്ട്, കുടുംബത്തിൽ മൂത്ത ജ്യേഷ്ഠത്തി വിവാഹം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കിടക്കുമ്പോഴാണ് വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഇതിനി വെക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. പക്ഷെ ഈ പറയുന്ന ചെറുപ്പക്കാരൻ്റെ ഉള്ളിലും ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാവും. ബാക്കി എല്ലാ കാര്യം, വിദ്വേഷം ഉണ്ടാകും, മദ്യപാനം ഇല്ലെങ്കിലും ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ശത്രുതയുണ്ടാകും, കലഹമുണ്ടാകും, അസൂയ ഉണ്ടാകും, കോപമുണ്ടാകും, മാത്സര്യമുണ്ടാകും, ഭിന്നതയുണ്ടാകും, വിഭാഗീയ ചിന്തയുണ്ടാകും. അപ്പം എന്തുകൊണ്ടാണ് അതെല്ലാം ഉണ്ട്. ഈ പറഞ്ഞ കാര്യത്തിൽ നമ്മൾ എങ്ങനെ മാറ്റപ്പെട്ടത്? ഒരു സത്യം നമ്മൾ തിരിച്ചറിഞ്ഞു, വിഗ്രഹം എന്ന് പറയുന്ന സത്യം. വിഗ്രഹം കൊണ്ട് നമുക്കൊരു രക്ഷയില്ല എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ കടന്നു വന്നു. ആ തിരിച്ചറിവ് അവനെ സ്വതന്ത്രനാക്കി. ആ തിരിച്ചറിവ് ഏതൊരുവന്റെ മുൻപിലും ഭയം കൂടാതെ അത് ഏറ്റു പറയാനുള്ളൊരു കൃപ അവന് ലഭിച്ചു. ഇനി മറ്റൊരു സത്യം നമ്മൾ തിരിച്ചറിയണം, ഞാൻ ജഡത്തിന് കീഴ്പ്പെടുന്നവനല്ല, ഞാൻ ആത്മാവിന് കീഴ്പ്പെട്ടവനാണെന്നൊരു തിരിച്ചറിവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന, നമ്മൾ തൊട്ട് താഴത്ത് വായിച്ച ശത്രുത, കലഹം, അസൂയ, കോപം, മത്സരം, ഭിന്നത, ഈ പറയുന്ന ഇത്യാദി സകലത്തിൽ നിന്ന് നമ്മൾ വേർപെടാൻ തുടങ്ങും. എങ്ങനെ? എവിടെ നിന്നാ വേർപാടുണ്ടാകുന്നത്? സത്യം നമ്മൾ അറിയുകയും സത്യം നമ്മളെ
സ്വതന്ത്രരാക്കുകയും ചെയ്യണം. ഞാൻ ഇന്ന് എന്തിൻ്റെ അടിമയാണെന്ന സത്യം ഞാൻ തിരിച്ചറിയണം. ആ തിരിച്ചറിവാണ് എന്നെ ഈ ജഡത്തിൽ നിന്നും വിടുവിച്ച് ആത്മാവിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് നിർത്തത്തുള്ളൂ. ഇന്ന് നമ്മളിലെല്ലാം ഈ ജഡത്തിൻ്റെ വ്യാപാരമുണ്ട്, എല്ലാവരിലും ഉണ്ട്. കോപമില്ലാത്ത ആരുള്ളേ? ഒന്ന് കാരണം നോക്കി. അസൂയില്ലാത്ത എത്ര പേരുണ്ട് ഇവിടെ? അസൂയില്ലാത്ത എത്ര പേരുണ്ട്? ഉണ്ടോ? ശത്രുത ഇല്ലാത്ത എത്ര പേരുണ്ട്? കാര്യമായ ശത്രുതയൊന്നും ഉണ്ടാവത്തില്ല, എന്നാലും ചെറിയ മേഖലയിലൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. കലഹം, അത് പിന്നെ പറയണ്ട, അത് നമ്മുടെ കൂടപ്പുറപ്പാണ് അല്ലേ. മാത്സര്യബുദ്ധി, ഭിന്നത, വിഭാഗീയ ചിന്ത, ഇതൊന്നും നമ്മളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുപോയിട്ടില്ല. പക്ഷെ ഈ തലത്തിലേക്ക് നമ്മൾ വരുന്നത് എവിടെയാ? ഞാൻ ആത്മാവിൻ്റെ കൂടെ നടക്കാൻ തുടങ്ങുമ്പോൾ എന്നെ ഇതൊന്നും ബാധിക്കത്തില്ല എന്ന് തിരിച്ചറിയാൻ തുടങ്ങുമ്പോഴാണ് എനിക്കതിൽ നിന്നൊരു മോചനം ലഭിക്കത്തുള്ളൂ. ഞാൻ ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ കീഴിലാണ് എന്ന് പൂർണ്ണ ബോധ്യം എനിക്ക് തരുമ്പോൾ, ആ പൂർണ്ണ ബോധ്യം ദാവീദിനുള്ളത് കൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, ശിമേയി അവിടെ കിടന്ന് തെറി പറഞ്ഞുകൊള്ളട്ടെ, അവൻ അവിടെ കിടന്ന് ശപിച്ചു കൊള്ളട്ടെ, എനിക്കത് കുഴപ്പമില്ല, ഞാൻ ദൈവത്തിൻ്റെ പ്രകാശത്തിലാണ്, അതിനെ ഇരുട്ടിലേക്ക് ആക്കാൻ മനുഷ്യന് കഴിയത്തില്ല. ഞാൻ ദൈവത്തിൻ്റെ പ്രകാശത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ ദൈവത്തിൻ്റെ പ്രകാശത്തിലാണെങ്കിൽ മനുഷ്യന്റെ വാക്കിന് എന്നെ ഇരുട്ടിലേക്ക് തള്ളാൻ സാധിക്കത്തില്ല. എത്ര പേര് ഇത് വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തിന്റെ പ്രകാശത്തിന് കീഴിൽ ഒരുവനാണെങ്കിൽ മനുഷ്യന്റെ വാക്കുകൊണ്ടോ അവന്റെ ദുരാരോപണം കൊണ്ടോ അവന്റെ ശത്രുത കൊണ്ടോ അവന്റെ കലഹം കൊണ്ടോ എന്നെ അന്ധകാരത്തിലേക്ക് തള്ളിയിടാൻ കഴിയത്തില്ല. കാരണം ദൈവത്തിന്റെ ആത്മാവാണ് എന്നെ നയിക്കുന്നത്, ദൈവാത്മാവാണ് എന്നെ നയിക്കുന്നത്. നമുക്കൊരു വാക്യം വായിക്കാം. യോഹന്നാന്റെ ലേഖനം 1 യോഹന്നാൻ അതിന്റെ 2-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. ജഡത്തിന്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിന്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റെതല്ല, പ്രത്യുത ലോകത്തിൻ്റെതാണ്. ജഡത്തിന്റെ ദുരാശ ഒന്നാമത്തെ കാര്യമാണ്. ജഡത്തിന്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ. മൂന്നാമത്തെ കാര്യം ജീവിതത്തിന്റെ അഹന്ത. 3 പ്രധാനപ്പെട്ട മേഖലയാണ് യോഹന്നാൻ തന്നെ ലേഖനത്തിൽ പറയുന്നത്. ഒന്ന് ജഡത്തിന്റെ ദുരാശ, അതാണ് നമ്മൾ നേരത്തെ വായിച്ച ജഡത്തിന്റെ വ്യാപാരങ്ങൾ എന്താണെന്ന് നമ്മൾ വായിച്ചു ഗലാത്യ ലേഖനത്തിൽ. ജഡത്തിന്റെ ദുരാശ, കണ്ണിന്റെ ദുരാശ അല്ലേ. നമ്മുടെ കാഴ്ച, കണ്ണ്, ചിലത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് മോഹം തോന്നും, അതിന്റെ പിന്നാലെ നമ്മൾ പോകാൻ തുടങ്ങും, പാപത്തിലേക്ക് നമ്മൾ വീഴാൻ തുടങ്ങും. ഒരിക്കൽ ഒരു സ്ത്രീ വെറുതെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞടാ അത് കഴിച്ചോ, നല്ലതാ, അത് നല്ലതാ, അത് കഴിച്ചോ നീ? അത് പറയ്ക്കാൻ പോലും, അതിനെ തൊടാൻ പോലും പാടില്ല എന്നാണ് പറഞ്ഞിരുന്നത്. സത്യത്തിൽ കർത്താവ് ഒന്നും പറഞ്ഞിട്ടില്ല, തുടരുന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അവള് കുറച്ചുകൂടി എക്സാജുറേറ്റ് ചെയ്ത് പറയാം, തൊടാൻ പോലും പാടില്ലെന്ന കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അല്ലെന്നേ, നല്ലതാ, നീ നോക്കൂ, നീ ഇത് നോക്കൂ, വളരെ നല്ലതല്ലേ. കണ്ണിന്റെ ദുരാശ അവൾ എന്ത് ചെയ്തു? കണ്ണിന്റെ ദുരാശ അവളെ പാപത്തിലേക്ക് നയിച്ചു. അതീവമായ പാപത്തിലേക്ക് അവനെ വീഴ്ത്തിയത് ഈ കണ്ണിന്റെ ദുരാശയായിരുന്നു അല്ലേ. അതുവരെ ആദവും ഹവ്വയും നഗ്നരായിരുന്നു. അവർ തിരിച്ചറിഞ്ഞോ? ഇല്ല. അവർ നഗ്നരായിരുന്നു, പക്ഷെ അവര് തിരിച്ചറിഞ്ഞില്ല. സ്വയം നഗ്നരാണെന്ന് തിരിച്ചറിവ് അവർക്ക് ഉണ്ടായിരുന്നില്ല. നമ്മൾ നോക്കുമ്പോൾ ചുറ്റും വേറെ ആരുമില്ല, പക്ഷെ അവർ രണ്ടുപേരുണ്ട്. അവർക്ക് പരസ്പരം കാണാമല്ലോ ഞങ്ങൾ നഗ്നരാണെന്ന്. നിങ്ങൾ നോക്കി, ഇവിടെ ആദം ഹവ്വ 2 വ്യക്തികളുണ്ട് അല്ലേ. അവർ തോട്ടത്തിൽ കൂടെ നടക്കുന്നുണ്ട്, ഉലാത്തുന്നുണ്ട്, പഴങ്ങൾ പറിക്കുന്നുണ്ട്, ഭക്ഷിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് സർപ്പം വരുന്നുണ്ട്, സർപ്പമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അവനുമായി ഇവിടെ ഒന്നും തങ്ങൾ നഗ്നരാണെന്ന ചിന്ത അവരെന്ത് ചെയ്യുന്നില്ല, ഭയപ്പെടുത്തുന്നില്ല. അവർക്കതൊരു പ്രശ്നമേ അല്ല, ഒരു പ്രോബ്ലവും അല്ല. പക്ഷെ നേരെ തിരിച്ച് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവർ ആരുമില്ലാത്ത, ഈ പാമ്പും ഇല്ല, കർത്താവും ഒന്നും വിളിച്ചിട്ടില്ല, പക്ഷേ ഇവർ 2 പേരേ ഉള്ളൂ. ഇവർക്ക് തിരിച്ചറിയാൻ തുടങ്ങി, ഞങ്ങൾ നഗ്നരാണെന്ന് അവർ തിരിച്ചറിയാൻ തുടങ്ങി. ഇത് എവിടെന്നാ വരുന്നത്? ഈ പറഞ്ഞ മേഖല എവിടെന്നാ വരുന്നത്? ജഡത്തിൽ നിന്നും കടന്നു വരുന്നത്. അതായത് ഞാൻ ജഡത്തിന് അടിമപ്പെട്ടാൽ ആദ്യം വരുന്ന കാര്യം ഇത് തന്നെയാണ്. സ്വാഭാവികമായും ഒരു ഭയം നമ്മിൽ പിടികൂടാൻ തുടങ്ങും. ഈ ഭയം എന്തിനെയാ? മറ്റുള്ളവരെയാ, സമൂഹത്തെയാ, ചുറ്റുപാടുകളെയാ. ഞാൻ മോശക്കാരനാണെന്ന് മറ്റാരെങ്കിലും പറഞ്ഞു വരുത്തി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഭയം എവിടെ നിന്ന് വരുന്നത്? ഈ ചുറ്റുപാടുകളെ നമ്മൾ, ഈ സമൂഹത്തിൽ നമ്മൾ ഭയക്കുന്നത്. അവർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും അല്ലേ? ഇതല്ലേ ഈ ഒരു പ്രശ്നം നമ്മളെ അലട്ടാൻ തുടങ്ങും, വലിയ പ്രതിസന്ധിയിലേക്ക് നമ്മളെ നയിക്കാൻ തുടങ്ങും. ഇവിടെ വചനം പറയുകയാണ്, ജഡത്തിന്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിന്റെ അഹന്ത, ഇത് 3ഉം ജഡികമായി അവനെ നാശത്തിലേക്ക് നയിക്കും. ആ വചനം ഒന്നുകൂടി വായിച്ചോ മോനെ. ജീവിതത്തിന്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റെതല്ല. ഇതൊന്നും ദൈവത്തിൽ നിന്നല്ല, ഇതെല്ലാം പിശാചിൽ നിന്ന് അല്ലെങ്കിൽ ജഡത്തിൽ നിന്നും കടന്നു വരുന്ന ഈ 3 മേഖല നമ്മളെ നാശത്തിലേക്കേ കൊണ്ടുപോകത്തുള്ളൂ. ഇതൊന്നും നമ്മളെ അനുഗ്രഹത്തിലേക്കോ ദൈവരാജ്യത്തിലേക്കോ എത്തിക്കത്തില്ല.
നമ്മൾ നോക്കുമ്പോൾ മദ്യപാനിയല്ല, വിഗ്രഹാരാധനയല്ല, മധുരോത്സവം ഇല്ല, ഇങ്ങനെ ഇത്യാദി മേഖലകളൊന്നും ആദ്യം പറഞ്ഞ കാര്യത്തിലൊക്കെ നമ്മൾ ഒഴിവുക. ഗലാത്യയിൽ പറഞ്ഞ് ജഡത്തിൻ്റെതായിട്ടുള്ള ആദ്യം പറഞ്ഞ എല്ലാத்தைയും നമ്മൾ ഒഴിവാ. പക്ഷെ അവസാനം കർത്താവ് കുറെ കാര്യങ്ങൾ കൊണ്ടുവന്ന് വെച്ചേക്കുക. ഇതൊന്നും പറയണ്ടായിരുന്നു. കോപം, മാത്സര്യം, വിഭാഗീയ ചിന്ത, അസൂയ. കർത്താവ് ഇതൊക്കെ എന്തിനാ? ഇത്യാദി എല്ലാം ജഡത്തിൻ്റെയാ. ഇത് മുഴുവൻ നിന്നെ ഒരു കാലത്ത് ഭയപ്പെടുത്തി അതിൻ്റെ ആഴങ്ങളായ പാപത്തിലേക്ക് നിന്നെ കൊണ്ടുപോകും. അത് നിന്നെ നരകത്തിൽ കൊണ്ടുവന്ന് തള്ളുമെന്ന് ദൈവത്തിന് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ കർത്താവ് ഇതെല്ലാം അവിടെ കൃത്യമായി ഉൾപ്പെടുത്തിയത്. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ ചിന്തകളിലൂടെ പോകുന്നവനൊന്നും പ്രകാശത്തിലല്ല നടക്കുന്നത്, അന്ധകാരത്തിലാണ്. ഈ ചിന്തയിലൂടെ പോകുന്നവനൊന്നും ദൈവത്തിന്റെ പ്രകാശത്തിലല്ല നടക്കുന്നത്, അവൻ അന്ധകാരത്തിലാണ്. ദാവീദിനെ സംബന്ധിച്ച് ദാവീദ് ഇത് ഹൃദയത്തിൽ ഏറ്റുപറഞ്ഞു. അവൻ ഒരൊറ്റ പാപം ചെയ്തു അല്ലെ. ദാവീദിന്റെ പാപം ബൈബിൾ പരസ്യമായി വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ബൈബിൾ അയ്യോ ദാവീദാണല്ലോ, ശ്രേഷ്ഠനായ ഒരു വ്യക്തിയാണല്ലോ, അതുകൊണ്ട് ഈ പാപം ഒന്ന് ഒരു പുതപ്പിട്ട് മറച്ചേക്കാം എന്ന് കരുതി ദാവീദിന്റെ പാപം പറയാതിരുന്നോ? ഇല്ല. ദാവീദ് ചെയ്ത പാപം വളരെ വൃത്തിയായി വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുക. ദാവീദ് പക്ഷെ ആ പാപത്തെ ഓർത്ത് എത്രയോ പ്രാവശ്യം കരഞ്ഞ് പ്രാർത്ഥിക്കുക കർത്താവിന് മുമ്പിൽ. കർത്താവെ, ഞാൻ ചെയ്തു പോയി, ദൈവമേ സംഭവിച്ചു പോയി, എന്നോട് ക്ഷമിക്കണമേ. അവന്റെ സങ്കീർത്തനങ്ങളിൽ മുഴുവൻ ഞാൻ ആകൃത്യം ചെയ്തു എന്നാ പറയുന്നത് അല്ലേ. ഞാൻ ആകൃത്യം ചെയ്തു, ദൈവത്തിനെതിരെ ഞാൻ ആകൃത്യം ചെയ്തു. എവിടെന്നാ? ജഡത്തിന്റെ ഒരു ദുരാശ, കണ്ണിന്റെ ഒരു ദുരാശ അവനെ വലിയൊരു പാപത്തിലേക്ക് നയിച്ചു. ആ പാപം അവനെ ഭയത്തിലേക്ക് നയിച്ചു. ദാവീദിന്റെ പിന്നീടുള്ള പ്രവൃത്തി ശ്രദ്ധിച്ചോ. ദാവീദ് എന്ത് ചെയ്തു? ഊറിയായുടെ മുമ്പിൽ അവൻ എങ്ങനെയെങ്കിലും ഇതൊന്ന് മറയ്ക്കാനുള്ള ശ്രമമായി. കാരണം അവന് ഭയമായി. സ്വാഭാവികമായും അവന്റെ ഒരു സൈനികൻ മാത്രമാണ് ഊറിയ. അവനെ തട്ടിക്കളഞ്ഞ വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അതിനു മുൻപ് അവൻ ബുദ്ധിപൂർവമായി പല മേഖല ചെയ്തു നോക്കി. പിന്നെയും അവന് ഭയമായി. ആരെ ഭയം? സ്വന്തം ജനത്തെ അവന് ഭയമായി. ആ സ്വന്തം ജനത്തിനെതിരെ പ്രവർത്തിക്കാൻ അവൻ എന്ത് ചെയ്തു? ഈ പറയുന്ന ഊറിയായെ കൊന്നിട്ട് അവന്റെ ഭാര്യയെ സ്വന്തമാക്കി, അവന്റെ ഭാര്യയെ സ്വീകരിച്ചു. അപ്പൊ ജനം മുഴുവൻ പറഞ്ഞു, ഓ, ഈ രാജാവ് എത്രയോ നല്ലവൻ, ഇവൻ എത്രയോ ശ്രേഷ്ഠൻ, എത്രയോ വലിയ കാര്യമാണ് ഇവൻ ചെയ്തു വെച്ചിരിക്കുന്നത്. കർത്താവ് പ്രവാചകനെ വിട്ടു, പോയി പറയട അവന്റെ മുഖത്ത് നോക്കി, നീ ജനത്തിന്റെ മുഖത്ത് മുഴുവൻ അവരെ മുഴുവൻ നീ മറച്ചു, നീ വലിയ അഭ്യാസം കാണിച്ച് നിന്റെ പ്രവൃത്തി കൊണ്ട് അവരിൽ നിന്ന് നീ ഒളിച്ചു. പക്ഷേ കർത്താവിനെയാണ് നീ ഭയപ്പെടേണ്ടത്. അവനെ ഭയപ്പെട്ടില്ലെങ്കിൽ നീ ഇന്ന് ജഡത്തിലാണെന്ന് തിരിച്ചറിവ് അവന് കൊടുക്കാൻ പറഞ്ഞ് ദൈവത്തിന്റെ പ്രവാചകൻ ചെന്ന് ദാവീദിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. അപ്പൊ ദാവീദിന് കാര്യം തിരിച്ചറിയാൻ മനസ്സിലായി. ദാവീദിന് കാര്യം മനസ്സിലായി. അവിടെ തുടങ്ങി ദാവീദ് കരയാൻ തുടങ്ങി. അതിനുശേഷം ദാവീദിന്റെ സങ്കീർത്തനങ്ങളിൽ കാണുന്ന വാക്യമാണ് ഇതെല്ലാം. കർത്താവ് എൻ്റെ പ്രകാശമാണ്, എൻ്റെ ദൈവം എൻ്റെ പ്രകാശമാണ്. ഞാൻ ആരെ ഭയപ്പെടണം? ഈ ജനത്തെ ഞാൻ ഭയപ്പെടത്തില്ല. കാരണം ഞാൻ ദൈവത്തിന്റെ മുമ്പിലാണ് നീതിമാനായി നിൽക്കേണ്ടത്, അല്ലാണ്ട് മനുഷ്യന്റെ മുമ്പിലല്ല. മനുഷ്യൻ എന്നെ എന്തും പറഞ്ഞുകൊള്ളട്ടെ, അവൻ എന്തും എനിക്കെതിരെ ചെയ്തു കൊള്ളട്ടെ, എന്ത് വിദ്വേഷമോ വെറുപ്പോ വൈരാഗ്യം എന്ത് കുറ്റാരോപണം നടത്തിക്കൊള്ളട്ടെ, എനിക്കതിലൊരു പ്രശ്നമില്ല. പക്ഷെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ നീതിമാനായിരിക്കണം. യഥാർത്ഥത്തിൽ ദാവീദ് നമുക്കൊരു പാഠമാണ്. ദാവീദ് നമ്മുടെ മുൻപിൽ ഒരു വൃത്തിയായിട്ടൊരു പാഠം നമ്മുടെ മുൻപിൽ വരച്ച് കാണിക്കുക ദൈവത്തിന്റെ ആത്മാവ്. ഞാനിപ്പോ ശരിക്കും പറഞ്ഞാൽ നേരെ തിരിച്ചാ അല്ലേ, നമ്മൾ പലരും തിരിച്ചാ. മനുഷ്യൻ നീ ഇന്ന പാപം ചെയ്യുന്നു എന്ന് കാണാൻ നീ ആഗ്രഹിക്കുന്നില്ല, നീ അത് ഒളിച്ചേ ചെയ്യത്തുള്ളൂ അല്ലെ, നീ അത് ഒളിച്ചേ ചെയ്യത്തുള്ളൂ. നീ ഒരു പാപം ചെയ്യുമ്പോൾ നീ മനുഷ്യനെ ഒളിക്കും, പക്ഷെ ദൈവം കാണുന്നുണ്ടെന്ന് ചിന്ത നിനക്കുണ്ടോ? ദൈവം കാണുന്നുള്ള ചിന്ത നിനക്കുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങള് ആദ്യമായി മദ്യപിക്കുമ്പോൾ മാതാപിതാക്കളെ ഭയന്നുകൊണ്ട് അവരെങ്ങനെയെങ്കിലും കാണാതെ ഈ പ്രവൃത്തിയൊക്കെ ചെയ്യും അല്ലേ. എല്ലാ പാപം ചെയ്യുമ്പോഴും മനുഷ്യനെ ഭയന്നുകൊണ്ടായിരിക്കും ഇത് ചെയ്യുന്നത്. പക്ഷെ ദൈവം ഇത് കാണുന്നുണ്ടെന്നൊരു ചിന്ത ആർക്കും ഇല്ല. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഞാൻ തട്ടുപാറ മലയുടെ മുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പട്ടാപ്പകല് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എല്ലാം കഴിഞ്ഞ് ഞാൻ ഇറങ്ങാനുള്ള സമയമായപ്പോൾ ഞാനിങ്ങനെ ഇറങ്ങി പള്ളിയുടെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഇങ്ങനെ കയറി വരുന്ന സമയത്ത് അവിടെ ഒരു പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട്. സാധാരണ അവർക്ക് ഉപയോഗിക്കാനുള്ള ഒരു ടോയ്ലറ്റ് ഉണ്ട്. ഈ ടോയ്ലറ്റിന്റെ സൈഡിൽ ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും കൂടി ഇരിക്കുക. ആൺകുട്ടി ഇരിക്കുന്നു, ആൺകുട്ടിയുടെ മടിയിലാണ് പെൺകൊച്ചിരിക്കുന്നത്. ഏറ്റവും കൂടിക്കഴിഞ്ഞാൽ ആ പെൺകൊച്ചിന് ഒരു 20 വയസ്സ് പ്രായം. 20 ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, എന്നെ കണ്ടിട്ട് അത്രയും തോന്നുന്നില്ല. ആൺകുട്ടിക്ക് ഒരു 21 വയസ്സ് പ്രായമൊക്കെ ഉണ്ടാകാം, അത്രേ ഉള്ളൂ. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ കാണുന്നത് കേട്ടോ. ഈ ആൺകുട്ടി ഇരിക്കുന്നു, അതിൻ്റെ മടിയിൽ ഈ പെൺകൊച്ചിരിക്കുന്നു. എന്നെ കണ്ട പാടി രണ്ടും കൂടി ചാടി എഴുന്നേറ്റ് രണ്ട് വഴിക്ക് പോയി, രണ്ട് തിരിഞ്ഞു പോയി. അവരെന്നെ ഭയം അവർക്ക്, പക്ഷെ ദൈവത്തെ അവർക്ക് ഭയമില്ല. ദേവാലയം തൊട്ടപ്പുറത്തുണ്ട്, ദൈവം കാണുമെന്നൊരു ഭയം അവർക്ക്
അവരുടെ ജീവിതത്തിൽ ഇല്ല. പക്ഷെ എന്നെ കണ്ടപ്പോൾ രണ്ടുപേരും ഭയങ്കര മാന്യന്മാരായി. പെട്ടെന്ന് രണ്ട് വഴിക്ക് തിരിഞ്ഞ്, ഒരുത്തൻ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു, മറ്റവൾ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു. ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലേ എന്നുള്ളൊരു സാധ്യതയില്ലേ. നമുക്ക് പിന്നെ കണ്ണില്ലല്ലോ കാണാനായിട്ട്. ഞാൻ ഒന്നും മിണ്ടില്ല, ഞാൻ അങ്ങോട്ട് പോകുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ചൊറിച്ചിലായിരുന്നു. പോയി രണ്ടെണ്ണം കൊടുക്കണമെന്ന് വിചാരിക്കുന്നത് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രാർത്ഥനയുടെ ചൈതന്യം ഇപ്പം നശിപ്പിക്കാൻ താല്പര്യമില്ലാത്തതിന് ഞാൻ ഒന്നും മിണ്ടിയില്ല. അത് കണ്ടുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു. ഇന്നത്തെ യുവാക്കളെല്ലാം എടുത്ത് നോക്കിയേ, സമൂഹത്തെ അവർ ഭയപ്പെടുന്നുണ്ട് പല മേഖലയിൽ, പക്ഷെ ദൈവത്തെ അവർക്കൊരു ഭയവും ഇല്ല. കാരണം എന്താ? ദൈവം അവരുടെ പ്രകാശമല്ല. അവരുടെ ദൈവത്തിന്റെ പ്രകാശത്തിലല്ല അവർ നടക്കുന്നത് ജഡത്തിന്റെ പ്രകാശത്തിലാണ്, ജഡത്തിന്റെ വ്യാപാരത്തിലാണ് അവർ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവത്തെ അവർ അറിയുന്നുമില്ല, ദൈവത്തെ അവർ ഭയപ്പെടുന്നുമില്ല. ഞാൻ പറയുന്നത് നമ്മളും ഇത് മനസ്സിലാക്കണം. നമ്മുടെ ഓരോ ചെറിയ പാപവും ദൈവം അറിയുന്നുണ്ടല്ലേ. ദൈവത്തിന് അറിയാതെ പറ്റുമോ? ദൈവം കാണാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കർത്താവ് സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, ഇരുട്ട് നിന്നെ മൂടട്ടെ എന്ന് പറഞ്ഞാലും ദൈവത്തിനത് പ്രകാശമാണ്. നീ കടലിനക്കരെ പോയി ചെയ്താലും, നീ പാതാളത്തിൽ ഇറങ്ങി ചെയ്താലും ദൈവത്തിനത് കൃത്യമായി കാണാൻ സാധിക്കും. ദൈവത്തെ മറയ്ക്കാൻ സാധിക്കത്തില്ല. യോന ഓടി ഒളിച്ചു. ദൈവത്തിൽ നിന്നും എങ്ങനെ ഓടി ഒളിക്കാമെന്ന് വിചാരിച്ച് അവൻ ഓടി ഒളിച്ചു. അവന്റെ ചുറ്റുമുള്ള കൂടെയുള്ള യാത്രക്കാർ ചോദിക്കുന്നതിന്റെ പൊന്നു യോന, നീ എന്തൊരു മണ്ടനാണ്. നീ പറയുക ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ദൈവമാണ് എൻ്റെ യഹോവ എന്ന് പറയുന്നിട്ട് ആ യഹോവനെ ഭയന്ന് നീ ഭൂമി കിടന്ന് ചുറ്റി ഓടിക്കൊണ്ടിരിക്കുക ദൈവത്തെ മറയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നും മറഞ്ഞിരിക്കാൻ വേണ്ടി. നിനക്ക് പറ്റുമോ? ഭൂമിയിൽ എവിടെ ചെന്നാലും നിന്റെ ദൈവം നിന്നെ കാണത്തില്ലേ? പിന്നെ നീ എന്ത് മടയത്തരായി കാണിക്കുന്നേ? നമ്മളും ഇത് തന്നെയാണ്. ക്രിസ്ത്യാനി എന്ന നാമത്തിൽ നമ്മൾ പറയും ദൈവമാണ് എൻ്റെ സകലതും സൃഷ്ടിച്ചെന്ന് പറയും. പക്ഷേ ആ സൃഷ്ടാവായ ദൈവത്തെ നമുക്ക് എന്തില്ല? നമുക്ക് ഭയമില്ല. ഈ ഭയമില്ലാതെ വരുമ്പോഴാണ് ഏത് ജഡത്തിന്റെ വ്യാപാരത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നത്, ജഡത്തിന് നമ്മൾ കീഴ്പ്പെടുന്നത്. ഇവിടെ എങ്ങോട്ടാണെന്ന് കർത്താവിന്റെ വചനം പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. യഥാർത്ഥത്തില് നമുക്കൊരു പ്രകാശം ഇന്നുണ്ടല്ലേ, സൂര്യൻ. നല്ല പ്രകാശമല്ലേ? സൂര്യന്റെ പ്രകാശത്തെ നമുക്ക് ഏതെങ്കിലും തലത്തിൽ തോൽപ്പിക്കാൻ പറ്റുമോ? ഏതെങ്കിലും രീതിയിൽ അതിനെ കുറയ്ക്കാൻ പറ്റുമോ നമുക്ക്? സൂര്യന്റെ പ്രകാശം ഒറ്റ സമയം ഇരുട്ടായി കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ രാജ്യത്തൊക്കെ ഈ സോളാർ എക്ലിപ്സ് ഒക്കെ നടക്കാറുണ്ടല്ലേ. ഇതൊക്കെ നടക്കുമ്പോൾ കുറച്ച് സമയത്തേക്ക് പ്രകാശം ഉണ്ടാകത്തില്ല, സ്വാഭാവികമായി ഇരുട്ടായിരിക്കും. ഭൂമിയിൽ തന്നെ എല്ലാ സമയവും പകലും രാത്രിയും ഇരുട്ടായിരിക്കുന്ന രാജ്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചില രാജ്യങ്ങളൊക്കെ ഉണ്ട് പകലും രാത്രിയും ഇരുട്ടാ, എല്ലാ സമയത്തും ഇരുട്ടാ. അപ്പോൾ അവിടെ പ്രകാശം ലഭിക്കാൻ വേണ്ടി അവരൊരു കാര്യം ചെയ്തിട്ടുണ്ട്. അവര് മലമുകളിൽ വലിയ മിററുകൾ സ്ഥാപിച്ചിരിക്കുക. വലിയ മിററുകൾ, കാരണം അപ്പുറത്ത് സൂര്യനുണ്ട്, ചെറിയ പ്രകാശം ആ മിററിൽ തട്ടി റിഫ്ലക്ട് ചെയ്ത്, അതായത് ഇവരുടെ രാജ്യത്തിന്റെ അങ്ങേ അതിർത്തിയിലുള്ള, എനിക്ക് ആ രാജ്യം ഏതെന്നറിയില്ല, ഞാൻ വായിച്ചിട്ടുണ്ട്, നോർവേ. ഓക്കെ, യുവന്മാർക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടി, അതുകൊണ്ട് ഭാഗ്യമായി. അപ്പൊ നോർവേയുടെ ഏതോ ഒരു സ്ഥലത്ത് ഇതുപോലെ ഈ പറയുന്ന മലനിരകളിൽ മുഴുവൻ നമ്മൾ നമ്മുടെ ചെറിയ കണ്ണാടി ഒന്നല്ല അവർ ഉദ്ദേശിക്കുന്നത്, സൂര്യന്റെ റിഫ്ലക്ഷൻ അവരുടെ രാജ്യത്ത് കിട്ടാവുന്ന തലത്തിൽ വലിയ കണ്ണാടികൾ സൃഷ്ടിച്ചു വെച്ചിരിക്കുക. കാരണം ആ റിഫ്ലക്ഷനിൽ നിന്നും ആ രാജ്യം പ്രകാശിക്കണം. ഈ തലത്തിൽ നമുക്ക് എന്ത് സുഖമല്ലേ? കൃത്യമായി കറക്റ്റ് 6:30 ആരും വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും സൂര്യൻ കാലത്ത് ഉയർത്തെഴുന്നേൽക്കുന്നു അല്ലേ? രാത്രി വൈകിട്ട് 6:30, ഇപ്പം 6:15 ആകുമ്പോഴേക്കും പോകുന്നുണ്ടെന്ന് തോന്നുന്നു. പുള്ളിക്ക് എന്തോ തിരക്കുണ്ട്, ഇത്തിരി നേരത്തേക്ക് പോകാറുണ്ട്. ഇന്നലെ ഒരു 6:15 ആയപ്പോൾ പോയെന്ന് എനിക്ക് തോന്നുന്നു, ഇത്തിരി ഇരുട്ടായിരുന്നു. ഏശയ്യാ പ്രവചനം 14-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം. ഉഷസ്സിന്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ, നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു? ജനതകളെ കീഴടക്കിയിരുന്ന നിന്നെ എങ്ങനെ തറയിൽ വെട്ടിവീഴ്ത്തി? ഇത് ആരെ കുറിച്ചാണ് പറയുന്നതെന്ന് വല്ല ബോധ്യമുണ്ടോ? ആരെ കുറിച്ചാണ് പറയുന്നത്? ഉഷസ്സിന്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ, നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു? ജനതകളെ കീഴടക്കിയിരിക്കുന്ന നിന്നെ എങ്ങനെ തറയിൽ വെട്ടിവീഴ്ത്തി? ആരെ കുറിച്ചാണ് പറയുന്നത്? സാത്താനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? ഇംഗ്ലീഷ് ബൈബിളിൽ അവിടെ കിടക്കുന്നത് ലൂസിഫർ എന്നാണ് കിടക്കുന്നത് അല്ലേ? ലൂസിഫർ എന്ന് കിടക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഇംഗ്ലീഷിലല്ല ആദ്യമായിട്ട് ലൂസിഫർ എന്ന് വരുന്നത്. ബേസിക്കലി ലാറ്റിൻ ട്രാൻസ്ലേഷനിൽ ക്ലിയർ ആയിട്ട് ലൂസിഫർ എന്നാണ് വച്ചിരിക്കുന്നത്. ലാറ്റിനിൽ ലൂസിഫർ എന്ന വാക്കിൻ്റെ അർത്ഥം പ്രകാശം വഹിക്കുന്നവൻ എന്നാണ്. പ്രകാശത്തെ വഹിക്കുന്നവൻ എന്നാണ് ലൂസിഫർ എന്ന വാക്കിൻ്റെ ലാറ്റിൻ വേർഡിൻ്റെ അർത്ഥം. അതാണ് പിന്നീട് ഇംഗ്ലീഷിൽ ലൂസിഫർ എന്ന് നമ്മൾ കാണുന്നത്. ആരാ ലൂസിഫർ? ആരാ? സാത്താൻ, പിശാച് അല്ലേ? പല പേരിൽ അറിയപ്പെടുന്ന ഒരുത്തനാണ് പുള്ളി. ഇങ്ങനെ പേര് മാറ്റിയൊക്കെ വരും, പുള്ളിക്ക് തോന്നിയ പേരിലൊക്കെ പുള്ളി വരും. ബൈബിളിൽ ലൂസിഫറിനെ കുറിച്ച് അല്ലെങ്കിൽ പിശാചിനെ കുറിച്ച് പല പേരുകൾ പറയുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു, ഇവിടെ പ്രവാചകൻ
അവനെ വിളിക്കാൻ ഉപയോഗിച്ചൊരു പേരാണ് പ്രഭാത നക്ഷത്രം, അല്ലേ? ആ വാക്യം ഒന്നിനു വായിച്ചോ മോനെ. ഉഷസിന്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു. യഥാർത്ഥത്തില് പ്രവാചകൻ ഇത് കളിയാക്കി വിളിക്കുന്നതാണ്. അതായത് ഒരു ഉപമ പോലെ, അല്ലെങ്കിൽ നീ അങ്ങനെ വിചാരിച്ചു നീ ഉഷസിന്റെ പുത്രനാണെന്ന്. ഒരു കാലത്ത് ലൂസിഫർ എവിടെയായിരുന്നു? സ്വർഗത്തിലായിരുന്നു, അല്ലേ? ഉന്നതഗിരിയിലായിരുന്നു, ദൈവത്തിൻ്റെ സവിധത്തിലായിരുന്നു, ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്നു. ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രകാശം അവനിൽ ഉണ്ടായിരുന്നു, ദൈവത്തിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യുന്നൊരു പ്രകാശം അവനിൽ ഉണ്ടായിരുന്നു. പക്ഷെ അവൻ സ്വയം വിചാരിക്കാൻ തുടങ്ങി, ഞാനാണ് ഏറ്റവും ഉന്നതമായ പ്രകാശമെന്ന് അവൻ വിചാരിക്കാൻ തുടങ്ങി. അങ്ങനെ ആ പ്രകാശം അവനാണെന്ന് ചിന്തിച്ച് അവൻ നടക്കാൻ തുടങ്ങി. ദൈവത്തെ അവന് ഭയമില്ലാതെയായി. അവിടെ നിന്ന് അവൻ വെട്ടി വീഴ്ത്തപ്പെട്ടു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. നമുക്ക് ആ വാക്യം, 2 വാക്യം കൂടി വായിച്ചോ. 12ഉം 13ഉം വാക്യം ഒന്ന് വായിച്ചോ മോനെ. ഉഷസിന്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജനതകളെ കീഴടക്കിയിരുന്ന നിന്നെ എങ്ങനെ തറയിൽ വെട്ടി വീഴ്ത്തി? നീ തന്നെത്താൻ പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്ക് കയറും, ഉന്നതത്തിൽ ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് ഉപരി എന്റെ സിംഹാസനം ഞാൻ സ്ഥാപിക്കും, ഉത്തരദിക്കിന്റെ അതിർത്തിയിലെ സമാഗമ പർവ്വതത്തിന്റെ മുകളിൽ ഞാൻ ഇരിക്കും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, നോർവേയുടെ മലമുകളിൽ മിററുകൾ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു, അല്ലേ? മിററുകൾ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഈ മിറർ ഒരു ദിവസം വിചാരിക്കുകയാണ്, ഞാനാണ് ഈ രാജ്യത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നത് എന്ന് വിചാരിക്കുകയാണ്. എന്നൊക്കെയാണ് എന്തായിരിക്കും അവസ്ഥ? അന്ന് സൂര്യൻ ഉദിച്ചില്ലെങ്കിൽ എല്ലാം അവസാനിച്ചു, അവന് സ്വയം പ്രകാശിക്കാൻ ഒരു സാധ്യതയുമില്ല. ആകെ മിറർ ചെയ്യുന്നത് അതിലേക്ക് വരുന്ന പ്രകാശത്തെ ഒന്ന് റിഫ്ലക്ട് ചെയ്ത് ഇപ്പുറത്തേക്ക് വിടുന്നു. അങ്ങനെ ആ രാജ്യത്ത് ചെറിയൊരു പ്രകാശത്തിൻ്റെ ഒരു തലം ഉണ്ടാകുന്നു, അത്രയേ ഉള്ളൂ. അതല്ലാതെ സ്വയമേ അതിന് പ്രകാശിക്കാൻ ഒരു കഴിവും ഇല്ല. ഇത് വളരെ ക്ലിയറാണ്. ഇതേ തലത്തിൽ ഒരുവൻ ചിന്തിച്ചു. അതുകൊണ്ടാണ് പ്രവാചകൻ അവനെ ഉഷസിന്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ എന്ന് വിളിക്കുന്നത്. എന്നിട്ട് പറയാണ്, നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു? നിനക്ക് എവിടെയാണ് വീഴ്ച പറ്റിയത്? നീ എവിടെയാണ് തകർന്നു പോയത്? നീ എങ്ങനെയാണ് തറയിൽ വെട്ടി വീഴ്ത്തപ്പെട്ടത് എന്ന് ചോദിക്കുക. വീണ്ടും അടുത്ത വാക്യം പറയുന്നത്, നീ തന്നെത്താൻ പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്ക് കയറും, ഉന്നതത്തിൽ ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്കുപരി ഞാൻ എൻ്റെ സിംഹാസനം സ്ഥാപിക്കുമെന്ന് നീ പറഞ്ഞു. നീ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നടന്നു, അപ്പോൾ ദൈവം നിന്നെ വെട്ടിവീഴ്ത്തി. അതാണ് വെളിപ്പാട് പുസ്തകം അതിന്റെ 12-ാം അധ്യായത്തിൽ പറയുന്നത്. അവനെ അനന്തരം സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി, പിശാചും അവന്റെ ദൂതന്മാരും മാലാഖമാരോട് യുദ്ധം ചെയ്തു, അവൻ വെട്ടിവീഴ്ത്തി എന്ന് പറയുന്നുണ്ട്. യേശുക്രിസ്തു ഇതേ വാക്യം തന്നെ എടുത്ത് പറയുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കാൻ തുടങ്ങിയപ്പോൾ, പിശാചുക്കളെ ഇല്ലാതാക്കാൻ തുടങ്ങിയപ്പോൾ, തിരിച്ചു വന്ന് ശിഷ്യന്മാർ വന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ഉന്നതങ്ങളിൽ നിന്നും മിന്നൽ പോലെ അവൻ വെട്ടി വീഴ്ത്തപ്പെടുന്നത് ഞാൻ കണ്ടു. യേശു പറയുന്ന വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഉന്നതങ്ങളിൽ നിന്നും മിന്നൽ പിണർ പോലെ അത് വെട്ടി വീഴ്ത്തപ്പെടുന്നത്. കാരണം അവൻ തന്നെത്താൻ പ്രകാശമാണെന്ന് പറയുകയും നക്ഷത്രങ്ങൾക്കുപരി അവനെ സ്ഥാപിക്കുകയും ചെയ്തു. പക്ഷേ ആ ഉന്നതമായി അവൻ അഹങ്കരിച്ച സകല പ്രകാശവും ഒരൊറ്റ നിമിഷം കൊണ്ട് ദൈവം ഇല്ലായ്മ ചെയ്തു. ദൈവം അതിനെ തകർത്തെറിഞ്ഞു. ഇന്ന് നമ്മളും ഇത് മനസ്സിലാക്കണം. ഞാൻ എൻ്റെ ജഡത്തിൻ്റെ വ്യാപാരത്തിൽ നടക്കുമ്പോൾ, ഞാൻ എൻ്റെ ജഡത്തിൻ്റെ മറവിൽ, എൻ്റെ പണത്തിൻ്റെ മറവിൽ, എൻ്റെ അഹങ്കാരത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ ഞാനൊരു കാര്യം തിരിച്ചറിയണം. എൻ്റെ കർത്താവ് വിധിക്കുന്നൊരു ദിവസമുണ്ട്, എൻ്റെ ദൈവം വിളിക്കുന്നൊരു ദിവസമുണ്ട്. ആ വിളി ദിനത്തിൽ ഞാൻ ഇന്നലെ വരെ എൻ്റെ പേര് ഡെസ്റ്റിൻ എന്നാണെങ്കിൽ, ഈ വിളിയുടെ അവസാനം ഞാൻ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന സാധനത്തിന് പിന്നെയുള്ള പേര് ശവം എന്നാണ്, അല്ലേ? ശവം എന്നാണ്. പിന്നെ ആരെങ്കിലും പറയോ ഡെസ്റ്റിൻ വന്നോന്ന് ചോദിക്കോ? ഔസേപ്പേട്ടൻ മരിച്ചു, ഔസേപ്പേട്ടൻ മരിച്ചു, മരിച്ച് ഡെഡ് ബോഡി എവിടെ ഇരിക്കുന്നത്? മോർച്ചറിയിൽ ഇരിക്കുക. മക്കളൊക്കെ അമേരിക്കയിൽ നിന്ന് വരണം. അമേരിക്കയിൽ നിന്ന് മക്കളൊക്കെ വന്നു കഴിയുമ്പോൾ അയൽവക്കത്തുള്ള ആളുകൾ ചോദിക്കും, ശവം വന്നോ? അല്ലേ? ഇന്നലെ വരെ ഔസേപ്പേട്ട എന്ന് വിളിച്ചിങ്ങനെ തേനും പാലും ഒഴുകുന്ന രീതിയിൽ വിളിച്ച് അയൽവക്കത്താരൻ വരെ ചോദിക്കും, ശവം വന്നോ? എന്താ അങ്ങനെ ചോദിക്കുന്നത്? ഔസേപ്പേട്ടൻ വന്നോ എന്നല്ലേ ചോദിക്കണ്ടേ? അല്ലെങ്കിൽ ഔസേപ്പേട്ടൻ്റെ ഡെഡ് ബോഡി എന്നൊന്നും പറയാറില്ല, നമ്മളിങ്ങനെ പറയാ ശവം. കാരണം മരണപ്പെട്ട പിന്നെ അവന് ആ അസ്തിത്വം അവസാനിച്ചു, അത് തീർന്നു. പിന്നെ അത് വെറും ശവമാണ്. ഏത് പുഴുവിനും തിന്നാനുള്ള ഒരു ശവം മാത്രമായി നമ്മൾ മാറി, അല്ലേ? അവൻ ഡോക്ടറാണ്, അതുകൊണ്ട് വിദ്യാഭ്യാസമുള്ള പുഴുവായിരിക്കും അവനെ വന്ന് തിന്നുന്നത്. ആണോ? അങ്ങനെയാണോ? ഇപ്പം ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ഇന്ത്യയിലുള്ളൊരു പ്രമുഖനായൊരു വ്യക്തി രത്തൻ ടാറ്റ മരണപ്പെട്ടു, അല്ലേ?
അദ്ദേഹത്തിൻ്റെ ആ ശ്രേണിയിൽ കാണുന്ന ഒരു സംഭവം നമ്മൾ വായിക്കുമ്പോൾ വളരെ കൗതുകരമാണ്. ഇതുവരെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന പണക്കാരൻ്റെ ലെവലിലേക്ക് അദ്ദേഹം വന്നിട്ടില്ല. ഏറ്റവും വലിയ പണക്കാരൻ്റെ ലെവലിലേക്ക് അദ്ദേഹം വന്നിട്ടില്ല. അദാനിയും അംബാനിയും ഒക്കെ മത്സരിച്ച് അതിനു വേണ്ടി പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അദാനിയുടെ സ്വത്ത് എത്ര 109 മില്യൺ അത്ര എന്തുവാണ്. അംബാനിയുടെ സ്വത്ത് 111 മില്യൺ എന്തുവാണ്. പക്ഷെ ഈ പറയുന്ന രത്തൻ ടാറ്റ 115 മില്യണോ 14 മില്യണോ എത്രയോ ആണ് പുള്ളി ചാരിറ്റി കൊടുത്തിരിക്കുന്നത്. അതായത് ഇവരുടെ സ്വത്തിനേക്കാൾ കൂടുതലാണ് അദ്ദേഹം ചാരിറ്റി കൊടുത്തിരിക്കുന്നത്. ഞാൻ പറയുന്നത് നാളെ അംബാനി മരിച്ചാലും അദാനി മരിച്ചാലും രത്തൻ ടാറ്റ മരിച്ചാലും ഞാൻ മരിച്ചാലും ഈ തൃശ്ശൂർ ടൗണിൽ ഭിക്ഷ യാചിക്കുന്ന ഒരു സാധാരണ ഒരു ഭിക്ഷക്കാരൻ മരിച്ചാലും ഇതെല്ലാം പുഴുവിനുള്ളതാണ് അല്ലേ. അതിന് സ്റ്റാൻഡേർഡ് പുഴുവെന്നോ അല്ലെങ്കിൽ കാശുള്ള പുഴുവെന്നോ സ്വർണ്ണ പുഴുവെന്നോ സാധാ പുഴുവെന്നോ ഒന്നും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല അല്ലേ. എല്ലാം ഒരേ പുഴു തന്നെ തിന്നുക, വലിയ മാറ്റമൊന്നുമില്ല. ഒരേ ബാക്ടീരിയ തന്നെയാണ് അവൻ്റെയും എൻ്റെയും ശരീരത്തിലൊക്കെ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ജഡത്തിനുള്ളതാണ്. കർത്താവിൻ്റെ ആത്മാവിനെ മറന്നുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അവൻ എത്ര വലിയ പണക്കാരനായിക്കൊള്ളട്ടെ, എത്ര മില്യൺ അവൻ ഉണ്ടാക്കിക്കോട്ടെ, പക്ഷെ എല്ലാം ഒരു ദിവസം അവസാനിക്കും. ഒരൊറ്റ സുപ്രഭാതത്തിൽ ഇല്ലാതെയാകും. ഒരൊറ്റ നിമിഷം ഇതെല്ലാം തകർത്തെറിയപ്പെടുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. നിങ്ങൾ നോക്കുക, ഭൂമിയിലുള്ള ഏറ്റവും ശ്രേഷ്ഠമായ സൃഷ്ടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിട്ട് സൃഷ്ടിച്ചതായിരുന്നു ആരെ? സാത്താനെ, ലൂസിഫറിനെ. ഈ ലൂസിഫറിന്റെ സൃഷ്ടിയെക്കുറിച്ച് എസെക്കിയേലിന്റെ പുസ്തകം പറയുന്ന വാക്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? വളരെ രസകരമാണ്, നിങ്ങളതൊന്ന് വായിച്ചോ. എസെക്കിയേലിന്റെ പുസ്തകം അതിൻ്റെ 28-ാം അധ്യായം അതിൻ്റെ 13 മുതൽ വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. എസെക്കിയേലിന്റെ പുസ്തകം 28-ാം അധ്യായം 13 മുതൽ വാക്യങ്ങൾ. നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു. മാണിക്യം, പുഷ്യരാഗം. ശ്രദ്ധിച്ചോ, ഇതൊന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് പൊക്കോ. എന്തുകൊണ്ടൊക്കെയാണ് അവനെ സൃഷ്ടിച്ചത്? അവൻ എവിടെയായിരുന്നു? ദൈവത്തിന്റെ തോട്ടത്തിലായിരുന്നു, ദൈവത്തിന്റെ കൂടെ ആയിരുന്നു. രണ്ട് വ്യാഖ്യാനങ്ങളുണ്ട്. ചിലർ പറയുന്നു ഇത് ലൂസിഫറിനെ കുറിച്ചല്ല, ആദത്തെയും ഹവ്വയെയും കുറിച്ചാണെന്ന് പറയുന്നവരുണ്ട്. അല്ല, ചിലർ പറയുന്നു അല്ല, അത് ലൂസിഫറിനെ കുറിച്ചാണ്. കാരണം ആദത്തെയും ഹവ്വയെയും സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നായിരുന്നു എന്നുള്ളത് കൊണ്ട് അത് ആദത്തെ കുറിച്ചല്ല എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ രണ്ട് തരത്തിലുള്ള വ്യാഖ്യാനമുണ്ട്. എന്തുമാവട്ടെ, നമ്മളെ വാക്യം വായിക്കുമ്പോൾ വായിച്ചോ. നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു. മാണിക്യം, പുഷ്യരാഗം, സൂര്യകാന്തം, പത്മരാഗം, ചന്ദ്രകാന്തം, ഗോമേതകം, ഇന്ദ്രനീലം, വൈഡൂര്യം, മരതകം. പ്രധാനപ്പെട്ട ലോകത്ത് ലഭിക്കാവുന്ന ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഏറ്റവും വിലപിടിപ്പുള്ള 12 പ്രധാനപ്പെട്ട രത്നങ്ങൾ കൊണ്ടാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടത്. അവന്റെ സൃഷ്ടിയെ കുറിച്ച് പറയുമ്പോൾ ഇതുകൊണ്ടെല്ലാമാണ് അവൻ സൃഷ്ടിച്ചത് എന്ന് പറയുക. വായിച്ചോ, താഴോട്ട് വായിച്ചോ. എന്നിവ നിന്നെ പൊതിഞ്ഞിരുന്നു. നിന്റെ തമ്പുരുവും പുല്ലാങ്കുഴലും സ്വർണ്ണ നിർമ്മിതമായിരുന്നു. നീ സൃഷ്ടിക്കപ്പെട്ട ദിവസം തന്നെ അവയെല്ലാം ഒരുക്കിയിരുന്നു. ഒരു അഭിഷിക്ത കെരൂബിനെ നിനക്ക് കാവൽ നിർത്തി. നീ ദൈവത്തിന്റെ വിശുദ്ധഗിരിയിലായിരുന്നു. തീ പോലെ തിളങ്ങുന്ന രത്നങ്ങളുടെ ഇടയിൽ നീ സഞ്ചരിച്ചു. ഇതെല്ലാം അവനുണ്ടായിരുന്നു. അവന് സഞ്ചരിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. അവന് ഒരുപാട് കഴിവുകൾ ഉണ്ടായിരുന്നു. എല്ലാം ഉന്നതമായ തലത്തിൽ അവനെ സൃഷ്ടിച്ചു. പക്ഷേ അടുത്ത അവസാനം പറയുകയാണ്, അടുത്ത വാക്യം വായിച്ചു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ അധർമ്മം നിന്നിൽ പ്രത്യക്ഷപ്പെട്ടതുവരെ നീ നിഷ്കളങ്കനായിരുന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ ഇത്രയും പ്രഷ്യസ് ആയിട്ടുള്ള രത്നം കൊണ്ടും ഏറ്റവും വലിയ കാര്യം കൊണ്ടും നിന്നെ സൃഷ്ടിച്ചു. പക്ഷേ അന്ന് മുതൽ അധർമ്മം നിന്നിൽ കടന്നു വരുന്ന സമയം വരെ നീ നിഷ്കളങ്കനായിരുന്നു. പക്ഷേ അധർമ്മം നിന്നിൽ വന്നപ്പോൾ നീ വെട്ടി വീഴ്ത്തപ്പെട്ടു എന്ന് വചനം പറയുക. പക്ഷെ അതിന്റെ ഒരു വാക്യം വായിച്ചോ മോനെ, 18-ാം വാക്യം ഒന്ന് വായിച്ചോ. നിന്റെ ദുഷ്കൃത്യങ്ങളുടെ ആധിക്യവും വ്യാപാരത്തിലെ അനീതിയും നിമിത്തം നിന്റെ വിശുദ്ധ സ്ഥലങ്ങൾ നീ അശുദ്ധമാക്കി. 17-ാം വാക്യം. നിന്റെ മഹിമയ്ക്കായി ജ്ഞാനത്തെ നീ ദുരുപയോഗപ്പെടുത്തി. നിന്നെ ഞാൻ നിലത്തെറിഞ്ഞു കളഞ്ഞു. ഇത്രയും ഉന്നതമായി സൃഷ്ടിച്ചിട്ടും ദൈവം അതിനെന്ത് ചെയ്തു? നിലത്ത് എറിഞ്ഞു കളഞ്ഞു. കാരണം അവനൊരു അഹങ്കാരം വന്നു. എന്താണ് അഹങ്കാരം? ഞാനാണ് ഉദയ നക്ഷത്രം, ഞാനാണ് പ്രഭാത നക്ഷത്രം, ഞാനാണ് മോർണിംഗ് സ്റ്റാർ, ഞാനാണ് ഏറ്റവും മുകളിൽ നിൽക്കുന്ന പ്രകാശമെന്ന് അവൻ തന്നെ അവരോധിച്ചു വെച്ചു. ഞാനാണ് ഏറ്റവും വലിയ പ്രകാശം, അല്ലാതെ ദൈവത്തിന്റെ പ്രകാശത്തിലല്ല ഞാൻ പ്രകാശിക്കുന്നത്, ഞാൻ തന്നെയാണ് ഈ പ്രകാശമെന്ന് അവൻ സ്വയം പറയാൻ തുടങ്ങി. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു? അവൻ വെട്ടി നിലത്ത് വീഴ്ത്തപ്പെട്ടു. വീണ്ടും അതിന്റെ തൊട്ട് താഴേക്കുള്ള ഒരു ചെറിയ വാക്യം വായിച്ചോ. ആ വായിച്ചതിന്റെ ബാക്കി വായിച്ചോ, നീ വായിച്ചു നിർത്തിയതിന്റെ. രാജാക്കന്മാർക്ക് കണ്ടു രസിക്കാൻ നിന്നെ ഞാൻ അവരുടെ മുൻപിൽ നിർത്തി. എടാ, രാജാക്കന്മാർക്ക് ചുറ്റുമുള്ളവർക്ക് കണ്ടു രസിക്കാൻ നിന്നൊരു കോമാളിയായി
നിന്നെ ഇപ്പോ നിർത്തിയിരിക്കുക. എന്ന് ശ്രദ്ധിച്ചോ, ഈ പറയുന്ന ഏറ്റവും പ്രഷ്യസ് ആയിട്ട് ഏറ്റവും മുകളിൽ സൃഷ്ടിച്ച ഈ ഒരു പിശാചിനെ വെറും മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഈ മനുഷ്യൻ കീഴ്പ്പെടുത്തുക അല്ലെ? വെറും പൂഴി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഈ മനുഷ്യൻ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു എന്ന് പറഞ്ഞാൽ പിശാച് അവിടെ ഭയപ്പെട്ട് ഇറങ്ങി ഓടുക. ദൈവത്തിന്റെ ശുശ്രൂഷകര്, ടി ബി ജോഷുവിനെ പോലുള്ളവര്, അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഷിബൂർതനെ പോലുള്ളവര്, കർത്താവിന്റെ ശുശ്രൂഷകര് യേശുവിന്റെ നാമത്തിൽ ശാസിക്കുമ്പോ പിശാച് ഭയന്ന് നിലവിളിച്ച് ഓരോ മനുഷ്യരിൽ നിന്ന് ഇറങ്ങി ഓടുക. ഏറ്റവും ശ്രേഷ്ഠമായി സൃഷ്ടിക്കപ്പെട്ട, ഏറ്റവും ഉന്നതമായി സൃഷ്ടിക്കപ്പെട്ട എല്ലാം ഉണ്ടായിട്ടും അവൻ വെട്ടി വീഴ്ത്തി കഴിഞ്ഞപ്പോ അവൻ ഏറ്റവും താഴെ വന്നു അല്ലെ? ഇന്ന് വെറും മനുഷ്യൻ, ഈ പൂഴി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട നമ്മളെ കൊണ്ട് അത് കഴിയുന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് കർത്താവ് അത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ആ റാങ്കിങ് പൊസിഷൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ആ റാങ്കിങ് രീതികളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ദൈവത്തിന്റെ റിവഞ്ചിന്റെ പവർ ഒന്ന് നോക്കിയേ. ദൈവം സൃഷ്ടിച്ചപ്പോൾ ഏറ്റവും പ്രഷ്യസ് ആയിട്ട് അവനെ സൃഷ്ടിച്ചു. പക്ഷേ അവൻ എന്ത് ചെയ്തു? അവൻ സ്വയം പ്രകാശമാണെന്നും ഉഷകാല നക്ഷത്രമാണെന്നും അവൻ തന്നെ പറയാൻ തുടങ്ങിയപ്പോൾ ദൈവം അവനെ വെട്ടി വീഴ്ത്തി താഴെ കൊണ്ടുവന്ന് നിർത്തി. എന്ന് പറയുമ്പോൾ എനിക്കൊരു പെട്ടെന്നൊരു കാര്യം ഓർമ്മ വരിക. ഞാനിത് ഇനി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷമാവും ചിലപ്പോൾ. എന്തായാലും വിഷമായാലും പറയാം, ഇനി പറയാതിരിക്കണ്ട. എന്തായാലും പറയാനായിട്ടൊരു ആത്മാവ് പ്രചോദനം വന്നു. എത്ര പേര് ലുത്തിനിയ ചെല്ലാറുണ്ട്? ലുത്തിനിയ ഈ മാസം ജപമാല മാസം അല്ലേ? ജപമാല മാസമാണ്. നമ്മളൊക്കെ ലുത്തിനിയ ചെല്ലാറുണ്ടല്ലേ? ലുത്തിനിയ ചെല്ലുമ്പോൾ ഒരു വാക്ക് ഇങ്ങനെ പറയാറുണ്ട്, ഉഷകാല നക്ഷത്രമേ. സ്വർഗത്തിന്റെ വാതിലേ എന്ന് പറഞ്ഞിട്ട് അടുത്തത് ഉഷകാല നക്ഷത്രമേ അല്ലെ? നമ്മളങ്ങനെയല്ലേ പറഞ്ഞു പോകാറ്? എനിക്കിപ്പോഴും ഇത് കാണാതെ അറിയാം കേട്ടോ. കുറേയൊക്കെ ഇപ്പം കുറേ കാലമായിട്ട്, ഒരു 10 വർഷമായിട്ട് കാര്യമായിട്ട് ചെല്ലാത്തത് കൊണ്ട് തെറ്റാൻ സാധ്യതയുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഉഷകാല നക്ഷത്രമേ ആരെയാ ഉദ്ദേശിക്കുന്നത്? മാതാവ് ഉഷകാല നക്ഷത്രമാണോ? ആണോ? നിങ്ങൾ നോക്കൂ, ഇവിടെ സ്വയം ഒരുവൻ ഉഷകാല നക്ഷത്രമായി മാറിക്കഴിഞ്ഞപ്പോൾ ദൈവം അവനെ വെട്ടിവീഴ്ത്തി. പ്രവാചകൻ പോലും ഉഷകാല നക്ഷത്രം എന്ന് പറഞ്ഞവനെ വിളിക്കുന്നത് ശരിക്കും പറഞ്ഞ കളിയാക്കി വിളിക്കുന്നത്. നീ ഉഷകാല നക്ഷത്രമാണെന്ന് നീ സ്വയം അഭിമാനിച്ചപ്പോൾ നീ വെട്ടി വീഴ്ത്തപ്പെട്ടില്ലേ എന്ന ചോദ്യമാണ് അവനോട് ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ ആരാണ് ഉഷകാല നക്ഷത്രം? ആരാണ് യഥാർത്ഥ നക്ഷത്രം? ആരാണ്? വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 16-ാം വാക്യം. യേശുവായ ഞാൻ സഭകളെ കുറിച്ച് നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുന്നതിന് വേണ്ടി എന്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിന്റെ വേരും സന്തതിയുമാണ്, പ്രഭാപൂർണനായ പ്രഭാത നക്ഷത്രം. ഞാൻ ആരാണെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്? അത് ആരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? വളരെ ക്ലിയർ ആണ്, ഒരു വ്യാഖ്യാനവും വേണ്ട അല്ലേ? യഥാർത്ഥത്തിൽ വെളിപ്പാട് പുസ്തകം നമ്മൾ പറയുന്നുണ്ട്, അത് ഉപമേയമായ രീതിയിൽ മറ്റു ഭാഷയിലൊക്കെയാണ് എഴുതിയിരിക്കുന്നത്, അപ്പക്കാലിപ്സ് ലിപിയാണ്. പക്ഷെ ഇവിടെ വ്യാഖ്യാനം പോലും വേണ്ട. യേശുവായ ഞാൻ സഭകളെ കുറിച്ച് നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തുന്നതിന് വേണ്ടി എൻ്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിന്റെ പേരും സന്തതിയുമാണ്, പ്രഭാപൂർണനായ പ്രഭാത നക്ഷത്രം ഞാനാണെന്ന് ആര് പറയുന്നു? യേശു വളരെ ക്ലിയർ ആയിട്ട് പറയുക, ഞാനാണ് ആ പ്രഭാത നക്ഷത്രം എന്ന് ദൈവത്തിന്റെ ആത്മാവ് വളരെ ക്ലിയർ ആയിട്ട് എഴുതി വെച്ചിരിക്കുക. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 28-ാം വാക്യം. 2-ാം അധ്യായം 28-ാം വാക്യം. ഞാൻ എൻ്റെ പിതാവിൽ നിന്ന് അധികാരം സ്വീകരിച്ചതുപോലെ തന്നെ പുലർക്കാല നക്ഷത്രം ഞാൻ അവന് നൽകും. വീണ്ടും അവിടെ യേശുവിനെ കുറിച്ച് തന്നെ പറയുമ്പോൾ പ്രഭാത നക്ഷത്രം, പുലർക്കാല നക്ഷത്രം എന്ന് പറഞ്ഞ് യേശുവിനോട് സൂചിപ്പിക്കുക. പ്രവാചകൻ വർഷങ്ങൾക്ക് മുൻപ് യേശുവിനെ ഇതേ നക്ഷത്രമായി കാണുന്നതിനെ കുറിച്ച് സംഖ്യാപുസ്തകം അതിന്റെ 24-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തില് ദൈവത്തിന്റെ ആത്മാവ് യേശുവിനെ അങ്ങ് ദൂരെ നിന്ന് കാണുക. അന്ന് യേശുവിന്റെ ശാരീരികമായ പ്രത്യക്ഷത ഈ ഭൂമിയിൽ വന്നിട്ടില്ല. ദൈവം ഈ ഭൂമിയിൽ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചവിടേക്ക് കടന്നു വന്നിട്ടില്ല. ആ വന്നതിന് മുൻപ് അവിടെ ഒരു പ്രവാചകൻ കാണുന്നതിനെ കുറിച്ച് സംഖ്യ അതിന്റെ 24-ന്റെ 17-ൽ കാണുകയാ. വായിക്കാം. ഞാൻ അവനെ കാണുന്നു, എന്നാൽ ഇപ്പോഴല്ല. ഞാൻ അവനെ ദർശിക്കുന്നു, എന്നാൽ അടുത്തല്ല. അതായത് ഞാൻ ഒരുവനെ കാണുന്നു, അത് ഇപ്പോഴല്ല. ഞാൻ ഒരുവനെ ദർശിക്കുന്നു, എന്നാൽ അത് അടുത്തല്ല, കുറച്ച് അകലെയാണ്. അതാരാണെന്നുള്ളതാണ് പറയുന്നത്. യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും. യാക്കോബിൽ നിന്ന് 12 ഗോത്രത്തിൽ നിന്ന് യാക്കോബെ നിന്നിൽ നിന്നും ഒരു നക്ഷത്രം ഉദിക്കും. ഒരു പ്രഭാത നക്ഷത്രമായവൻ, സ്വർഗഗിരിയിലായിരുന്നവൻ, ഇതാ ഭൂമിയിൽ ആ നക്ഷത്രം ഉദിക്കും. അതാരാണ്? യേശു ക്രിസ്തുവിനെ കുറിച്ച്
ബാലാം പ്രവാചകൻ പറയുന്ന ഒരു പ്രവചനമാണ്. യഥാർത്ഥത്തിൽ ബാലാം ഇസ്രായേലിനെ നോക്കി ശപിക്കാൻ പോയി നിന്നതാ. മലയുടെ മുകളിൽ പോയി നിന്ന് ഇസ്രായേലിനെ ശപിക്കാൻ പോയി കൈ ഉയർത്തിയവൻ ഇതാ അനുഗ്രഹത്തിന്റെ വാക്കുകൾ ബാലാമിന്റെ അതരത്തിൽ നിന്നും വരാൻ തുടങ്ങി. ഇസ്രായേലിനെ കണ്ടിട്ട് അവൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇതാ ഞാൻ കാണുന്നു, അത് അടുത്തല്ല, കുറച്ച് അകലെയാണ്, പക്ഷെ അത് വരും, വരാതിരിക്കത്തില്ല, അതൊരു ഉദയ നക്ഷത്രമാണ് എന്ന് പറഞ്ഞ് യേശുവിനെ കുറിച്ചുള്ള പ്രവചനം അവിടെ വ്യക്തമായിട്ട് വളരെ ക്ലിയർ ആയിട്ട് കണ്ടുകൊണ്ട് പറയുക. ഇങ്ങനെ യേശുവിനെ കുറിച്ച് സംഖ്യാപുസ്തകത്തിൽ അവൻ നക്ഷത്രമാണ്, ഈ പ്രഭാത നക്ഷത്രം ക്രിസ്തുവാണെന്ന് പറഞ്ഞു. വെളിപ്പാട് പുസ്തകം 2:28 പറഞ്ഞു. വീണ്ടും വെളിപ്പാട് പുസ്തകം അവസാനിക്കുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് പറയാണ്, ഞാനാണ് ആ നക്ഷത്രം, യേശുവായ ഞാൻ എന്ന് പറഞ്ഞിട്ടും നമ്മളിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക ഉഷകാല നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സത്യത്തിൽ ഇത് ആരെക്കുറിച്ച് പറഞ്ഞ വാക്കാ? നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ ലുത്തിനിയയിൽ വരുന്ന ഏറ്റവും വലിയ അപകടം, ഏറ്റവും വലിയ പൈശാചികത, ഞാൻ അങ്ങനെ തന്നെ പറയത്തുള്ളൂ. മാതാവിനെതിരെ ഞങ്ങൾ എതിരല്ല കേട്ടോ. മാതാവിനോട് ഞങ്ങൾക്കൊരു വൈരാഗ്യവുമില്ല, ഒരു ദേഷ്യവുമില്ല. യേശുവിൻ്റെ അമ്മയായ മാതാവ് സ്വർഗത്തിലുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു ടീം തന്നെയാണ്, ദൈവസന്നിധിയിലുണ്ട്. ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ട, ഏറ്റവും ശ്രേഷ്ഠയായ ഒരു വ്യക്തി തന്നെയാണെന്ന് വിശ്വസിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നവരാണ് ഞങ്ങൾ ഓരോരുത്തരും. അതിന് ഞങ്ങൾക്ക് ഒരു മടിയില്ല. ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടത്. കർത്താവിൻ്റെ അമ്മയെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷെ അത് പറയുമ്പോൾ തന്നെ ഇത് പറയാതിരിക്കുക അസാധ്യമാണ്. ഈ ലുത്തിനിയ തികച്ചും പൈശാചികമാണെന്ന് പറയാതിരിക്കുക അസാധ്യമാണ്. കർത്താവാണ് സ്വർഗത്തിന്റെ വാതിൽ, യേശുവാണ് സ്വർഗത്തിന്റെ വാതിൽ എന്ന് യേശു സ്വയം അവകാശപ്പെട്ടിരിക്കെ, ഞാനാണ് സ്വർഗത്തിന്റെ വാതിൽ എന്ന് യേശു പറഞ്ഞിരിക്കെ, ഇവിടെ പറയാണ് അല്ലാതെ മാതാവാണ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർഗത്തിന്റെ വാതിലേ. ഇനി അത് പറഞ്ഞു പോട്ടെ, ഉഷകാല നക്ഷത്രം ഇത് പറയുമ്പോഴുള്ള അപകടം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇത് ഒരിക്കൽ ഒരുവൻ പറഞ്ഞതാ, ഉഷകാല നക്ഷത്രം അവനാണെന്ന് പറഞ്ഞതാ. അവനെ കർത്താവ് എന്ത് ചെയ്തു? അവന് വെട്ടി വീഴ്ത്തി താഴോട്ട്. വെട്ടി വീഴ്ത്തിയതിനെ കുറിച്ച് കൃത്യമായി ബൈബിളിൽ കിടക്കുക. പക്ഷെ നമ്മൾ വീണ്ടും പറയുകയോ അങ്ങനെയല്ല, ഉഷകാല നക്ഷത്രം ആരാണെന്ന് നമ്മൾ ഇപ്പുറത്ത് കൊണ്ടുവന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. യഥാർത്ഥത്തിൽ പിശാചിനെ കുറിച്ച് ബൈബിൾ അനേക പേരുകൾ പറയുന്നുണ്ട്, ഒട്ടനവധി പേരുകൾ പിശാചിനെ കുറിച്ച് പറയുന്നുണ്ട്. കൊലപാതകി പിശാചിനെ കുറിച്ച് പറയുന്നതാ. നുണയന്റെ പിതാവ്, ബേത്സബൂല് എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ഒരുപാട് പേരുകൾ. നമുക്ക് 1-2 പേരുകൾ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം. ഉൽപ്പത്തി 3:2 വായിക്കാമോ? അതിൻ്റെ അത് പാമ്പ് എന്നാ പറയുന്നത് അല്ലേ, മഹാസർപ്പം. സർപ്പം എന്നുള്ളതിനെ കുറിച്ചാണ് ഉൽപ്പത്തി 3:2 പറയുന്നത്. വായിച്ചോ. സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴങ്ങൾ. സാത്താൻ സർപ്പമായിട്ടാണ് അവിടെ കാണുന്നത്. വീണ്ടും ജോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവത്തിന്റെ സ്വർഗത്തിൽ ഒരു സമ്മേളനം ഉണ്ടായി, സാത്താനും അവിടെ വന്നു. അവിടെ ക്ലിയർ ആയിട്ട് സാത്താൻ എന്ന പേര് തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം ബേത്സബൂല് പറയുന്നുണ്ട്, ബേത്സബൂലിനെ കൊണ്ടാണ് യേശു പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്. പിശാചുക്കളുടെ തലവനായ ബേത്സബൂലിനെ കൊണ്ടാണ് യേശു പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്. യേശുവിൻ്റെ അടുത്ത് അവിടെ ഉണ്ടായിരുന്ന പുരോഹിതരും നിയമജ്ഞരും പറഞ്ഞതായിട്ട് നമുക്കവിടെ വായിക്കാൻ സാധിക്കും. അപ്പോൾ അവിടെ ബൈബിൾ മറ്റൊരു പേര് പറയാണ് ബേത്സബൂല്, ദുഷ്ടൻ എന്ന് പറയുന്നുണ്ട് അല്ലേ, ദുഷ്ടനായിട്ട്. ഇനി ബോഷ്കിന്റെ പിതാവ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പേരുണ്ട്, ലോകത്തിന്റെ പ്രഭു. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ അങ്ങനെ? ലോകത്തിന്റെ പ്രഭു. വായിക്കാം, യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 30-31 വാക്യം. 30-31 വാക്യം. ഇപ്പോഴാണ് ഈ ലോകത്തിന്റെ ന്യായവിധി, ഇപ്പോൾ ഈ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെടും. ലോകത്തിന്റെ പ്രഭു എന്നാണ് സത്യവേദോസ്തുതി കിടക്കുന്നത്. ലോകത്തിന്റെ പ്രഭു എന്നാണ് കിടക്കുന്നത്. ഇവിടെ കിടക്കുന്നത് POCയിലാണെങ്കിൽ ലോകത്തിന്റെ അധികാരി എന്ന വാക്ക് കിടക്കുന്നത് അല്ലേ. അതിനകത്ത് ഏറ്റവും വിചിത്രമായൊരു സംഭവമുണ്ട്. ഈ ലോകത്തിന്റെ അധികാരി എന്ന് പറയുന്ന ഈ വാക്ക് യഥാർത്ഥത്തിൽ ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ലോകത്തിന്റെ പ്രഭു എന്ന് പറഞ്ഞിരിക്കുന്നത്, ബൈബിൾ പറഞ്ഞിരിക്കുന്നത് കൃത്യമായി സാത്താനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ബുക്ക് വായിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, യേശുവിന് ശേഷം വന്ന പ്രവാചകനെ കുറിച്ചാണ് യേശു ഇവിടെ ഇതാ ലോകത്തിന്റെ അധികാരി എന്ന് പറഞ്ഞിരിക്കുന്നത്. യേശുവിന് ശേഷം വന്ന ഒരു പ്രവാചകനെ കുറിച്ചാണ്, 6-ാം നൂറ്റാണ്ടിൽ വന്ന ഒരു പ്രവാചകനെ കുറിച്ച് ഇതാ വിശുദ്ധ ബൈബിൾ വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നു. ലോകത്തിന്റെ അധികാരി വരുന്നു. ഈ ലോകത്തിന്റെ അധികാരി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ലോകത്തിന്റെ പ്രഭു എന്ന് പറയുന്ന ആ വ്യക്തി അവസാനത്തെ പ്രവാചകനാണ്. അങ്ങനെ ബൈബിളിൽ ഞങ്ങളുടെ പ്രവാചകനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആ ബുക്ക് വേറൊന്നുമല്ല, CH അഹമ്മദ് മൗലവിയുടെ ഒരു ഖുറാൻ
വ്യാഖ്യാനം അല്ലെങ്കിൽ ഖുർആൻ്റെ ഒരു ബുക്കാണ്. അതിനകത്താണ് പുള്ളി എഴുതി വെച്ചിരിക്കുന്നത്, ഈ ലോകത്തിൻ്റെ അധികാരി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ പ്രഭു എന്ന് പറയുന്നത് അവരുടെ പ്രവാചകനാണെന്ന്. നമുക്ക് വിരോധമൊന്നുമില്ല. കാരണം ബൈബിൾ പറയുന്നത് അവരുടെ പ്രവാചകനാണെന്ന് അവർ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ എന്താ വിരോധം? ഇനി അങ്ങനെ ആ പ്രവാചകനത്തിന് മഹിമ കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ, നമുക്ക് സന്തോഷമുള്ളൂ, നമുക്ക് അതിനകത്ത് വലിയ വൈരാഗ്യം ദേഷ്യമൊന്നുമില്ല. ഇനി അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കൊള്ളട്ടെ. പക്ഷേ ഇത് പ്രവാചക നിന്ദയാണെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. കാരണം അദ്ദേഹം ചെയ്യുന്നത് പ്രവാചക നിന്ദയാണ്. ബൈബിൾ അടിസ്ഥാനത്തിൽ അതാരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ലോകത്തിൻ്റെ പ്രഭു എന്ന് പറഞ്ഞിരിക്കുന്നത് പിശാചിനെ കുറിച്ചാണ്, സാത്താനെ കുറിച്ചാണ്. അപ്പം അദ്ദേഹം അത് പറയുകയാണെങ്കിൽ സ്വാഭാവികം അത് പ്രവാചക നിന്ദയാണെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൂ. എന്തുവാട്ടെ, നമ്മുടെ വിഷയമല്ല, പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ അത് പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പ്രലോഭകന്റെ ആ പ്രലോഭനത്തിൽ വീണു പോകുമ്പോൾ അവിടെയാണ് ഞാൻ നഗ്നനാണെന്ന് തിരിച്ചറിയുക, ഞാൻ പാപിയാണെന്ന് തിരിച്ചറിയുക, ഞാൻ ജഡത്തിലാണെന്ന് തിരിച്ചറിയുക. ഈ ജഡത്തിന്റെ വ്യാപാരത്തിൽ അവൻ വീണു പോകുന്നത്. ഈ ഒരുവൻ ജഡത്തിൽ വ്യാപരിക്കുമ്പോൾ മുഴുവൻ ഈ പറയുന്ന പ്രകാശം അവനിലില്ല. അവൻ എവിടെ വസിക്കുന്നത്? അവൻ അന്ധകാരത്തിൽ വസിക്കുന്നത്. എന്നാൽ യഥാർത്ഥ പ്രകാശം ക്രിസ്തുവാണെന്ന് തിരിച്ചറിയുകയും ആ ക്രിസ്തുവിന്റെ പ്രകാശത്തിൽ അവൻ നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവൻ ദാവീദ് പറഞ്ഞ പോലെ അവന് പറയാൻ പറ്റും, അവൻ ഒന്നിനെയും ഭയപ്പെടത്തില്ല. ലോകത്തെ അവൻ ഭയപ്പെടത്തില്ല, ചുറ്റുപാടുകളെ അവൻ ഭയപ്പെടത്തില്ല, സമൂഹത്തെ അവൻ ഭയപ്പെടത്തില്ല, ഒരൊറ്റ വ്യക്തിയെയും അവന് ഭയമില്ല. അവൻ ഉറപ്പിച്ചു പറയും, കർത്താവ് എൻ്റെ പ്രകാശമാണ്, അവൻ എൻ്റെ രക്ഷയാണ്, ഞാൻ ആരെ ഭയപ്പെടണം? ഞാൻ എന്തിനെ പേടിക്കണം? അവൻ എൻ്റെ കോട്ടയാണ്, ഞാൻ എന്തിനെ പേടിക്കണം? ഞാൻ ഒന്നിനെയും പേടിക്കത്തില്ല. കാരണം ദൈവം എൻ്റെ പ്രകാശമാണ്, ആ പ്രകാശത്തിന് കീഴിലാണ് ഞാൻ വസിക്കുന്നത് എന്ന് പറയാൻ സാധിക്കും. അവിടെയാണ് ഈ ജഡത്തിൻ്റെ വ്യാപാരം നമ്മളെ കീഴ്പ്പെടുത്താതിരിക്കുന്നത്. ആരെന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളട്ടെ, ഞാൻ ഒരൊറ്റ ആളെ നോക്കുന്നുള്ളൂ, എൻ്റെ ദൈവത്തെ മാത്രം. ദൈവത്തെ നോക്കുന്നവൻ ഈ പറയുന്ന ഒരു പാപത്തിലേക്കും പോകത്തില്ല. അവൻ ഈ പറയുന്ന ജഡികമായ ജഡത്തിന്റെ വ്യാപാരങ്ങളിൽ നിന്നും അവൻ സ്വതന്ത്രനായിരിക്കും. ജഡത്തിന്റെ വ്യാപാരങ്ങൾ വീഴാതെ ദൈവം അവനെ കാക്കും. ഈ ജഡത്തിന്റെ വ്യാപാരങ്ങൾ അവന് തിരിച്ചറിയാൻ സാധിക്കും. നമ്മളിന്ന് ആ ദൈവത്തിന്റെ പ്രകാശത്തിലാണെങ്കിൽ നമുക്ക് ജഡത്തിന്റെ വ്യാപാരം തിരിച്ചറിയാൻ പറ്റും, അല്ലേ? ഇന്ന് നമുക്ക് അസൂയ വന്നാൽ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാം, അയ്യോ അതിന് ആവശ്യമില്ലല്ലോ, അവന് നന്നാവട്ടെ, അല്ലേ? ഒരാൾ നമ്മളോട് പറയുകയാണ്, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, എനിക്ക് ഗൾഫിൽ പോകാൻ വേണ്ടി, അല്ലെങ്കിൽ എനിക്ക് യൂറോപ്പിൽ പോകാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ആദ്യം നമ്മുടെ ഉള്ളിൽ പണ്ടൊക്കെ ആണെങ്കിൽ പിന്നെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് നീ അങ്ങനെ യൂറോപ്പിൽ പോകണ്ട എന്നായിരിക്കും നമ്മുടെ ചിന്തയിൽ വരാൻ പോകുന്നത്. ഇപ്പം നമ്മൾ നേരെ തിരിച്ചായിരിക്കും, കർത്താവ് അവനെ അനുഗ്രഹിക്കട്ടെ, എന്തായാലും അവൻ എന്നോടൊരു പ്രാർത്ഥന നിയോഗം ആവശ്യപ്പെട്ടല്ലോ, എൻ്റെ ദൈവത്തിൻ്റെ പ്രകാശം അവൻ്റെ മേൽ വ്യാപരിക്കട്ടെ, അവൻ വിദേശ രാജ്യത്ത് ചെല്ലട്ടെ, നമ്മൾ അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങും. കാരണം എന്താ? അസൂയ നമ്മളിലില്ല, ജഡം നമ്മളിൽ നിന്നും മാറിപ്പോയി. ദൈവത്തിൻ്റെ പ്രകാശം നമ്മളിൽ വ്യാപരിക്കുമ്പോൾ ജഡത്തിൽ നിന്ന് നമ്മൾ വേർപെട്ടു, ആത്മാവിൻ്റെ ഇഷ്ടമനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞത്, നീ ആത്മാവിൻ്റെ ഇഷ്ടമനുസരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ നിനക്കിതൊന്നും ഒരു പ്രശ്നമല്ല. നീ ഇതൊക്കെ വളരെ ലാഘവത്തോടുകൂടി കാണാൻ തുടങ്ങും. ഒരാൾ നമുക്കെതിരെ മോശം പറഞ്ഞാലും ചീത്തവാക്ക് പറഞ്ഞാലും കുറ്റപ്പെടുത്തിയാലും കളിയാക്കിയാലും നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കും. നമ്മളിത് കുറെ കേട്ടിട്ടുണ്ടെന്നേ. വളരെ സിമ്പിളായിട്ട് നമ്മൾ എത്ര വലിയ ബോഡി ഷെയ്മിങ് നടത്തിയാലും എന്ത് മോശപ്പെട്ട വാക്ക് പറഞ്ഞാലും കുഴപ്പമില്ല, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയും. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമ്മളതിനെ ചിരിച്ച് വളരെ സന്തോഷത്തോടുകൂടി അതിനെ കളയാൻ തുടങ്ങും. കാര്യമായ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തോട്ട് കയറാതിരിക്കും. കാരണം എന്താ? ഞാനിപ്പോൾ പോകുന്നത് ആത്മാവിൻ്റെ ഇഷ്ടമനുസരിച്ചാണ്. പക്ഷെ ജഡത്തിലാണ് പോകുന്നെങ്കിലോ നേരെ തിരിച്ച് അവനോടുള്ള വൈരാഗ്യം അത് വിദ്വേഷമായി മാറും, വെറുപ്പാകും, വിഭാഗീയ ചിന്തയാകും. അവനെ കൊല്ലാനും അല്ലെങ്കിൽ അവനെ നശിപ്പിക്കാനും ശത്രുതയും കലഹവും എന്ന് വേണ്ട സകലവിധ ജഡത്തിന്റെ പ്രവർത്തികളും അതിന്റെ പിന്നാലെ അതിൽ നിന്ന് കടന്നു വരാൻ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുകയാണ്, വാളുകൊണ്ട് മരിച്ചത് അനേകർ, പക്ഷേ നാവുകൊണ്ട് മരിച്ചത് അതിലേറെ വ്യക്തികളാണ്. ശ്രദ്ധിക്കണേ, വാളുകൊണ്ട് മരിച്ചവരെക്കാൾ ഏറെ നാവുകൊണ്ട് മരിച്ചെങ്കിൽ അതിൻ്റെ കാരണം ഈ ജഡത്തിൻ്റെ വ്യാപാരമാണ്. എൻ്റെ നാവ് ഒരുവനെതിരെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ജഡത്തിൻ്റെ വ്യാപാരമാണ്. ഞാൻ ആത്മാവിലാണെങ്കിൽ എനിക്കത് പറയേണ്ടി വരത്തില്ല. ശ്രദ്ധിക്കണേ, പിശാച് ആ പ്രകാശം അവനായി മാറുമ്പോഴാണ് നമ്മൾ ജഡത്തിൻ്റെ വ്യാപാരത്തിലേക്ക് പോകുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ലൂസിഫറിൻ്റെ ഈ പറയുന്ന മേഖല മുഴുവൻ നമ്മൾ മനസ്സിലാക്കിയത്?
ഇതിന്റെ കൺട്രോൾ നമ്മളിൽ നിന്നും മാറി ജഡത്തിലേക്ക് പോകുമ്പോൾ നീ തിരിച്ചറിയുക, നിന്റെ കൺട്രോൾ ജഡത്തിനാകുക മാത്രമല്ല, നിന്റെ കൺട്രോൾ ലൂസിഫറിലേക്ക് എത്തുകയാണ്, സാത്താനിലെത്തുന്നത്, പിശാചാണ് പിന്നെ നിന്നെ കൺട്രോൾ ചെയ്യുന്നത്. അവിടെയാണ് നീ പറഞ്ഞ എല്ലാ മേഖലയിലേക്കും പോകുന്നത്. മദ്യപാനത്തിലേക്കും മധുരാസ്വാദത്തിലേക്കും മറ്റു പാപത്തിലേക്കും സകലവിധ പാപത്തിലേക്കും നീ പോകുന്നത് നിന്റെ കൺട്രോൾ പിശാചിൽ നീ കൊടുക്കുമ്പോഴാണ്. എന്നാൽ യഥാർത്ഥ പ്രകാശമായ ദൈവത്തിലേക്ക് നിന്റെ കൺട്രോൾ കൊടുക്കാൻ നീ തീരുമാനമെടുത്തോ, അവിടെ മുതൽ ഞാൻ ആത്മാവിൻ്റെ ഇഷ്ടമനുസരിച്ച് ഞാൻ പോകും, ആ ആത്മാവിൻ്റെ ഇഷ്ടമനുസരിച്ച് ഞാൻ സഞ്ചരിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ഉഷകാല നക്ഷത്രമായി ഒരിക്കൽ പ്രകാശിച്ചു കൊണ്ടിരുന്നവൻ, അല്ലെങ്കിൽ ഒരിക്കൽ ആ പ്രകാശത്തെ വഹിച്ചുകൊണ്ടിരുന്നവന്റെ ശക്തി ഇന്നും പൂർണ്ണമായി ദൈവം എടുത്ത് കളഞ്ഞിട്ടുണ്ടോ? ഇല്ല. നിങ്ങളൊരു വാക്യം വായിച്ചു, രാജാക്കന്മാർക്ക് കാഴ്ചയായി നിന്നെ ഞാൻ അവിടെ നിർത്തിയിരിക്കുന്നു, ഞാൻ നശിപ്പിച്ചിട്ടില്ല. എസെക്കിയേലിന്റെ പ്രവചനം 28:17 നമ്മൾ വായിച്ചു, രാജാക്കന്മാർക്ക് കാഴ്ചയായി നിന്നെ അവിടെ നിർത്തിയിരിക്കുക. ശ്രദ്ധിക്കണേ, ഇന്നും അവനെ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഞാൻ അവന്റെ കീഴിൽ പോകേണ്ടവനല്ല, അവനെ നാശത്തിലേക്ക് വിടേണ്ട ഒരു ദിനത്തിന് വേണ്ടി കർത്താവ് വെയിറ്റ് ചെയ്യുക. നമുക്ക് മുമ്പിൽ ഒരു സാക്ഷ്യം കിടക്കുക. കൃത്യമായി ദൈവവചനം പറഞ്ഞിരിക്കുകയാണ്, അവനല്ല ഈ പറയുന്ന നക്ഷത്രം, അവൻ പ്രകാശമല്ല, അവനിൽ അന്ധകാരം മാത്രമേ ഉള്ളൂ എന്ന് ദൈവത്തിന്റെ വചനം പറയുക. അവൻ ആദ്യം മുതൽ കൊലപാതകിയാണ്, അവൻ ആദ്യം മുതൽ നുണയനാണ്, അവൻ അന്ധകാരത്തിലാണ് വസിക്കുന്നത്. ഇതെല്ലാം അവിടെ വചനത്തിൽ കൃത്യമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളെ അവന്റെ മുമ്പിൽ നിർത്തിയിരിക്കുക. ഒരിക്കലെങ്കിലും പ്രലോഭനത്തിൽ വീണവന് വളരെ വ്യക്തമായിട്ട് അറിയാം അവന്റെ പ്രലോഭനം എത്ര ശക്തമാണ്, എങ്ങനെയാണ് അവൻ വീഴ്ത്തുന്നത്, ഈ അന്ധകാരത്തിലേക്ക് അവൻ എങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. പക്ഷേ ഒരിക്കൽ ദൈവത്തിന്റെ പ്രകാശം നമ്മളിൽ വന്നു കഴിഞ്ഞാൽ ആ പ്രകാശത്തിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങും, ആ പ്രകാശം നമ്മളെ നയിക്കാൻ തുടങ്ങും. നമ്മളെ ദൈവത്തിന്റെ പ്രകാശം നയിക്കട്ടെ, ക്രിസ്തുവിന്റെ പ്രകാശം നയിക്കട്ടെ. ദാവീദ് പറഞ്ഞതുപോലെ, കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം, അവൻ എൻ്റെ ജീവിതത്തിന്റെ കോട്ടയാണ്, ഞാൻ ആരെ പേടിക്കണമെന്ന് ദാവീദ് പറഞ്ഞതുപോലെ നമുക്ക് പറയാൻ സാധിക്കണമെങ്കിൽ ആ കർത്താവിൻ്റെ പ്രകാശത്തിൽ പൂർണ്ണമായി നമ്മൾ വരണം. ജഡത്തിന്റെ പൂർണ്ണമായ കൺട്രോൾ നമ്മളിൽ നിന്നും നഷ്ടപ്പെടണം, ആത്മാവിൻ്റെ കൺട്രോളിന് പൂർണ്ണമായി നമ്മൾ വിധേയപ്പെടണം. അപ്പോഴേ നമുക്ക് പൂർണ്ണ രക്ഷയിലേക്ക് നമുക്ക് കടന്നു വരാൻ സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. You know it's not the same.